أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه ذلك لمن خشي ربنا. صدق الله مولانا النبي الذي وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أول صلاح هذه الأمة باليقين والزهد وأول فسادها بالبخل والأمل كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدهرين كلي ناصرا يا غافر العاسين كلي وافرا جدني بجودك أرمني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي ومدي على سددي مشيري سددي قلبي بلا عدد كن آخذا بيدي خواجه معين الدين كن آخذا بيدي خواجه معين الدين كن آخذا بيدي خواجه معين الدين. لخمسة يطفي بهذا الرمل بالحتما المصطفى والمرتضى وابناهما والفاطمة.
നിൽക്കുന്നവരാ ഒഴിവായ കസേരയിൽ വന്നിരുന്നാൽ വലിയ സദസ്സിനൊരു വലിയ അദബാവും, എന്നൊക്കെ അള്ളാഹു വലിയ പുണ്യവും തരും. ഒരു ഇൽമിന്റെ മജ്‌ലിസിലിരുന്നാൽ 70 മോശമായ സ്ഥലത്തിരുന്ന പാപം അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പൊ മഴയുടെ പേരിലോ നനഞ്ഞതിന്റെ പേരിലോ മാറി നിൽക്കാതെ ഈ സദസ്സ് വളരെ വേഗം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിന്റെ തുടർഭാഗം അവതരിപ്പിച്ച് ദുആ ചെയ്തു വരും. ഇത്രയും വലിയ ഉസ്താദുമാരും സയ്യിദന്മാരും സാദാത്യങ്ങളും വന്ന ഈ പുണ്യവേദി നിങ്ങൾക്കൊരു ശാപത്തിന് കാരണമാകാതെ അൽഹംദുലില്ലാ ഒന്ന് വന്നിരുന്നാൽ, ആ ചെറിയ ഇടയിലുള്ള ആ ഭാഗത്തൊക്കെ കസേരയിൽ വന്നിരുന്നാൽ അൽഹംദുലില്ലാ നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിൽക്കുന്നതിനേക്കാൾ ഖൈർ അതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അല്ലാതെ എന്റെ ശബ്ദം സഹിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരുത്തുകയല്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ നിന്നുകൊണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സദസ്സിന്റെ പോരിഷ നഷ്ടപ്പെടുത്താതെ വന്നിരിക്കുന്നത് അൽഹംദുലില്ലാ വലിയ റാഹത്തായിരിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അയാ സാനമൽ ഈദി ലദീ സഫ ഹൗലഹു صناديد لللفظ بعيد ومن قربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية تنكست مقلوبا فما ذاك كلنا فمن نزلنا قد دارت النير بالسهل صلاة الله تسليما وأزكى تحيتي على المصطفى المختار خير البرية وإن كنت من ذنب أتينا فإننا نبوء بإقرار وننهي عن الذنب صلاة وأزكى تحيتي على المصطفى المختار خير البرية وإن كنت مغلوبا فنفست صابرا فما همت في الأوطان بسير ربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ബഹുമാനായ അരിപ്പറമ്പ് ഉസ്താദ്, ഈ സദസ്സിലിരിക്കുന്ന മേലാറ്റൂർ വൈമസ്തങ്ങളവർകൾ, ഈ മനോഹരമായ വേദി ധന്യമാക്കിയ സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, അബീ ഫൈസ് ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന പണ്ഡിത പ്രകാശ ബിന്ദുക്കൾ, അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന്റെ സംഘാടക സമിതിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഈ സ്ഥാപനത്തിലെ മുദരിസായി സേവനം ചെയ്യുന്ന ബഹുമാനീയവും ആദരണീയമായ പാണ്ടിക്കാട് കാരായിൽ ഇത്രയും കാലം മുദരിസായി സേവനം ചെയ്ത അവിടുത്തെ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വലിയ ഖിദ്മത്ത് തന്നെ നിർവഹിച്ച ബഹുമാനീയവും ആദരണീയമായ മുദരിസ് ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാ 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 ഇവിടുത്തെ നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഈ സ്ഥാപനവും ഇനി ഇവിടെ അങ്ങോട്ടുള്ള സ്ഥാപനത്തിന്റെ വളർച്ചയൊക്കെ തന്റെ കരവിരുതിലൂടെ നടക്കണം എന്ന തീരുമാനത്തിലൂടെ ചാടി നടക്കുന്ന ബഹുമാനനും ആദരണീയമായ ശംഷാദ് എന്ന പ്രിയ കൂട്ടുകാരൻ, അൽഹംദുലില്ലാ നമ്മുടെ ഈ മനോഹരമായ പ്രസ്ഥാനത്തിന് സൗദി അറേബ്യയിലെ
റിയാദ്, ദമാമ്, ജിദ്ദ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായി സഹകരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബിസിനസ്സുകാർ, അവർക്കൊക്കെ അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഇവിടുത്തെ SKSF-ന്റെയും SUS-ന്റെയും എല്ലാം കർമ്മോത്സുകരായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉന്നതന്മാരായ യുവ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വനിഷ്ഠമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. സർവാധിനാഥനും സർവപരിപാലകനും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ ജല്ലജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മനോഹരമായ വേദി അല്ലാഹു ധന്യമാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ പ്രഭാഷണം നിർവഹിച്ച് പോയ ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ വന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ, അതുപോലെ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, ഇന്നലെ വന്നെത്തിപ്പെട്ട ഉസ്താദ്, അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട്, അവിടെയൊക്കെ അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് സാധുക്കളും എളിയവരുമായ നമ്മുടെ ഈ മജ്ലിസിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം പെരുമാറാകട്ടെ. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അൽഹംദുലില്ലാഹ് ഇത്തരം വേദികൾക്ക് സമ്പത്ത് കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒരുപാട് സമർപ്പണം തന്നെ നടത്തുന്ന പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ, ബിസിനസ്സുകാർ, കച്ചവടക്കാർ, അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം ഇന്നലത്തെ പോലെ തന്നെ നമുക്കേറെ വൈകിട്ടുണ്ട് എന്ന ബോധം എനിക്കുള്ളതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ ഇന്നലെ പറഞ്ഞു വെച്ച ഭാഗത്തേക്ക് ഡയറക്റ്റ് കിടന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അൽഹംദുലില്ലാഹ് പഠിച്ച് സന്തോഷത്തോടുകൂടി പിരിയാം. ഇന്നത്തെ മജ്ലിസിന്റെ ദുആഇന് അല്ലാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഹിഫ്ളിന് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നമ്മുടെ സദസ്സിന്റെ മുൻപിൽ തന്നെ അൽഹംദുലില്ലാഹ് അവരെ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. എത്ര സമയം അവർക്ക് ഉറക്കമൊഴിഞ്ഞ് വാല് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ഉറക്കമൊഴിഞ്ഞ് ശീലിക്കാനുള്ളവരാണ് ഇന്നു മുതൽ. ഇനി അവർക്ക് ഉറങ്ങിയാൽ അടി ചൂരൽ കഷായമായിട്ട് വരും. ഹിഫ്ളുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ചൂരൽ കഷായമാണ്. അതുണ്ടെങ്കിലേ ഹിഫ്ള് ഉണ്ടാവുള്ളൂ എന്നാണ് ഉസ്താദുമാർ പറയുക. അതിന്റെ ശാസ്ത്രീയത എന്തെന്ന് എനിക്കറിയില്ല. അങ്ങനെ അടിക്കാതെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അത് ഖുർആനല്ലേ, നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുമക്കളുടെ കൽബിൽ ആ ഖുർആൻ നിറച്ചു കിട്ടിയാൽ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും കിട്ടുന്ന വലിയ ഭാഗ്യം, അതിന് അവരെക്കാൾ ഭാഗ്യം അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിനു വേണ്ടി ആദ്യമായി ചിന്ത വന്ന കൽബിന്റെ ഉടമസ്ഥരാണ്. ആരാണ് ആലോചിച്ചത്? ആരായിരിക്കും ആലോചിച്ചത്? ഹൈദരലി ശിഹാബ് തങ്ങളാണെന്ന് പറയുന്നു, സോദിഖലി ശിഹാബ് തങ്ങളാണെന്ന് പറയുന്നു, ഇവിടുത്തെ കാരണവന്മാരാണെന്ന് പറയുന്നു, അലിപ്പറമ്പ് ഉസ്താദാണെന്ന് പറയുന്നു, ശംഷാദാണെന്ന് പറയുന്നു. ആരാണെങ്കിലും ആദ്യം ആ ചിന്ത കൽബിൽ കൊണ്ടുവന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ എന്താ? ആ വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. അതിനുശേഷം പിന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവർ അൽഹംദുലില്ലാഹ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലാണ് അതൊക്കെ നടന്നത്. അത് പെട്ടെന്ന് അതിനെ ഒരിക്കലും നമുക്ക് മറുത്തു പറയാൻ പറ്റാത്ത വലിയ സഹായമാണ് സൗദി അറേബ്യയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിൽ ആരൊക്കെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു കൊടുത്തതിന്റെ 100 ഇരട്ടി കൊടുക്കുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത അല്ലാഹു നിറച്ചു കൊടുക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥതയോടെ ദ്വാരക്കാൻ. കാരണം വിദേശ രാജ്യം അത്ര പ്രതിസന്ധി ഘട്ടത്തിലാണ്, എന്നിട്ട് പോലും അവർ നമ്മളെ കൈവിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. UAE നിന്നും ഒരുപാട് സഹായം കിട്ടി, പല സ്ഥലങ്ങളിൽ നിന്നും, പല വിദേശ രാജ്യത്തു നിന്ന്. പിന്നെ നിങ്ങളോട് നിങ്ങളുടെ സങ്കടം പറയാതിരിക്കലാണ് നല്ലത്. ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും 50,000 1 ലക്ഷമൊക്കെ ഉസ്താദുമാര് ചോദിക്കുമ്പോ കയ്യിലിരിക്കുന്ന കർച്ചീപ്പ് കൊണ്ട് കണ്ണീര് തുടച്ച് കുടുംബത്തിന്റെ പട്ടിണി മറന്ന് പാണക്കാട് കുടുംബത്തിന്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെയും പൊരുത്തം പ്രതീക്ഷിച്ച് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു മനസ്സ്, അത് ലോകത്ത് വിശ്വാസത്തിന്റെ കൽബുള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും നിങ്ങൾക്ക് അത്തരം സംരംഭങ്ങൾ വിജയിപ്പിക്കാനുള്ള തൗഫീഖിന്റെ വഴി അല്ലാഹു തുറന്നു തരുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ഈ സഹോദരിമാരെ പറഞ്ഞില്ല എന്ന സങ്കടം വേണ്ട. ഉദ്ഘാടനമായിട്ട് ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ എല്ലാം വാങ്ങി അള്ളാന്റെ കോളേജിന് കൊടുത്തിട്ട് നമ്മളെക്കുറിച്ചൊരു 2 വാക്ക് നല്ലത് പറഞ്ഞില്ലല്ലോ എന്ന സങ്കടം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അത് ഈ കരിങ്കല്ലത്താണിയുടെ സ്ഥാപനത്തിനല്ല. ലോകത്തെവിടെയൊക്കെ ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ടോ അവിടെയൊക്കെ ആദ്യം കിട്ടുന്നത് പെണ്ണിന്റെ താലിയും പെണ്ണിന്റെ കമ്മലും പെണ്ണിന്റെ മാലയും പെണ്ണിന്റെ മോതിരവും ഒക്കെയാണ്.
അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അത് നിങ്ങൾ ഈ ചില ആളുകൾ പറയുന്നത് പോലെ ഔഷാദ് ബാക്കവി തുടങ്ങി വെച്ചിട്ടൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടെ പള്ളിയുണ്ടോ അവിടെയൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇഷ്ടമാകുന്ന സ്വർണ്ണാഭരണത്തെ അതിനുവേണ്ടി മാറ്റാൻ ആ പെണ്ണിന് കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഒരു നഷ്ടവും എന്റെ സഹോദരിമാർക്ക് വരില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഈ മക്കൾ 3 വർഷം കൊണ്ടും 1.5 വർഷം കൊണ്ടും, ഇതിനിടയിലൊക്കെ ചില മിടുക്കന്മാരുണ്ടാവും 7 മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ പഠിച്ചു തീർത്തുകളെയും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ മക്കൾ നാവുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഉരുവിടുന്ന ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ പുണ്യവും ഭാഗ്യവുമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ വിഷയത്തിലേക്ക് വരുന്നു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിക്ക് പറഞ്ഞു കൊടുത്ത ലോകത്ത് വന്ന എല്ലാ മനുഷ്യരുടെയും അദബിന്റെ, അമലിന്റെ, അറിവിന്റെ പ്രതിഫലം കിട്ടുന്ന 5 കാര്യത്തിൽ ഒന്ന്, ഭൗതികമായ ലോകത്ത് അന്തകൂന ഹിർസുക അല ദുനിയാ ബിഖദ്രി മഖാമിക ഫീഹാ, ഈ ഭൗതിക ലോകത്ത് നിന്റെ ജീവിതത്തിന്റെ അളവ് തിട്ടപ്പെടുത്തിയിട്ട് മതി ആ ദുനിയാവിനോട് നീ ആർത്തി കാണിക്കാൻ. 2, അന്തകൂന അമലുക ലിൽ ആഖിരി ബിഖദ്രി മഖാമിക ഫീഹാ, ആഖിറത്തിൽ എനിക്ക് അത് വേണം, സ്വർഗം വേണം, ഫിർദൗസ് വേണം, ഹൗൽ കൗസർ വേണം, ശഫാഅത്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോ അതിന്റെ അളവനുസരിച്ച് ഈ ദുനിയാവിൽ അമലിനൊരു ചിട്ടവട്ടം നീ ഒരുക്കിയിട്ടേ അത് ചോദിക്കാവൂ എന്ന 2ാമത്തെ ഗുണപാഠം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ വിശദീകരണത്തിലൂടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. അതിന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, സമയം വൈകിയെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ തണുത്താൽ പ്രസംഗം പെട്ടെന്ന് തണുക്കും. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടാവാം, സമയം ഒരുപാട് വൈകിട്ടുണ്ടാവാം. ആരും വിഷമിക്കണ്ട. 12:30 1 മണിക്ക് അങ്ങനെയൊന്നും നിൽത്തൂല, അതിനുമുമ്പ് നിർത്താം. പെട്ടെന്ന് ഞാൻ ബാക്കി വിഷയങ്ങൾ നിർത്തി വിഷയം മാത്രം വേഗം പറഞ്ഞു പോകും. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സലാത്ത് നല്ല ആവേശത്തോടെ പറയുകയും ചെയ്യണം. നമ്മളൊക്കെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അഹ്ലുകാരാ. ഇവിടെ നിന്നിറങ്ങിപ്പോയ മിനിസ്റ്റർ എന്നോട് ചോദിച്ചത്, ഇത്രയും വലിയ ക്രൗഡാണോ ഒരു പ്രസംഗത്തിനെന്ന് ആലോചിച്ചു. ഇങ്ങനെയുള്ള സദസ്സിലല്ലേ നമ്മൾ അവരെയൊക്കെ കൊണ്ടുവന്നിരുത്തേണ്ടത്. ഏതെങ്കിലും ഒരു പള്ളി ഉദ്ഘാടനത്തിനും അറസ് ഉദ്ഘാടനത്തിനും കൊണ്ടുപോകുമ്പോൾ ആകെ 3-4 ആളുണ്ടാവും. അത് തന്നെ 4 ചേരിയാവും. ഒരാളെ മന്ത്രിയുടെ ഫോട്ടോ എടുക്കാൻ അടികൂടും, മറ്റേ മന്ത്രിയുടെ വണ്ടി പിടിക്കാൻ അടികൂടും. അങ്ങനെ ആകെ ബഹളാവും. അപ്പൊ ഈ സമുദായത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുക യവന്മാരിത്രേ ഉള്ളൂ, അല്പന്മാരെന്ന് ചിന്തിക്കും. ഇന്നിവിടെ വന്നപ്പോൾ സത്യത്തിൽ എന്നോട് ചോദിച്ചത്, വലിയ ക്രൗഡാണല്ലോ, ഒരു പ്രസംഗത്തിനൊക്കെ ഇത്രയും ക്രൗഡ് ഉണ്ടാവുമെന്നാണ്. അപ്പൊ നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഇത്തിരി മന്ത്രിമാരോടൊക്കെ പിടിപാടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ കൊണ്ടുവന്ന് ഏത് ഉസ്താദുമാരാവട്ടെ ആ ഉസ്താദുമാരുടെ പ്രോഗ്രാമിലെ ക്രൗഡിനെ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് ബോധ്യമുണ്ടാകും മുസ്ലിം സമുദായത്തിന്റെ ഒത്തൊരുമയും അവരുടെ വളർച്ചയും അവരുടെ ഏറ്റവും വലിയ ഉയർച്ചയൊക്കെ അവർക്ക് മനസ്സിലാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും നല്ല വിനയത്തോടെ സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും കഴിവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരി വളരെ നിറഞ്ഞ വേദന നിറഞ്ഞ മനസ്സോടുകൂടി കടന്നു വരികയാണ്. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വലത്തെ കൈകൊണ്ട് തലേ ദിവസം രാത്രിയുടെ പള്ളിയൊന്ന് തടവി നോക്കി, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഗർഭവതിയായിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞുപോയ ഞാൻ ഗർഭവതിയായത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലല്ല. ഖൗലാബിന്റെ ഹുറൈൽ എന്ന് പറയുന്ന പെണ്ണിന് ഉറക്കം വന്നില്ല. ആ പെണ്ണ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അല്ലാഹുവേ, നാളെ നിന്റെ പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലവും പൊരുത്തവും നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ അളവനുസരിച്ച് അമൽ ചെയ്യണമെന്ന് കുറിച്ചുപോയവളാണ് ഞാൻ. പക്ഷേ ജീവിതത്തിന്റെ ഒരു ഭാഗം ഇബ്ലീസ് എന്നെ വലിച്ചെടുത്ത് കൊണ്ടുപോയപ്പോ ചതിക്കുടിയിലേക്ക് വീണുപോയി. തമ്പുരാനെ, ചതിക്കുടിയിലേക്ക് വീണുപോയി. അല്ലാഹുവേ, ഉറക്കം വരുന്നില്ല. ആ പ്രിയപ്പെട്ട സഹോദരി ഗർഭവതിയാണെന്ന് സ്വയം മനസ്സിലായ, സ്വയം ബോധ്യപ്പെട്ട സമയം മുതൽ വല്ലാതെ അസ്വസ്ഥതയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തിനാണ് ഇത് തങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത്? അന്ന് ഇസ്ലാമിക നിയമം നിലനിന്നിരുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നാൽ വിവാഹം കഴിഞ്ഞവരാണ് വ്യഭിചരിച്ചതെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലാനാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോയിട്ട് എനിക്ക് പരലോകത്തെ പേടിയാ, ആ ഭൗതിക ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഭൗതികമായ ലോകത്തെ അളന്ന് തിട്ടപ്പെടുത്തി അമൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിയോട് പറഞ്ഞ 2ാമത്തെ കാര്യം തന്നെയാ, അല്ലാഹുവിന്റെ പരലോകത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചൊരു അമൽ ഈ ഭൗതിക ലോകത്തിന് കാഴ്ചവെച്ചിട്ട് ലോകത്തോട് വിട പറയാവൂ എന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ മനസ്സിന്റെ ചിന്തകൾ കനകൃത്തകളെ
പോലെ മുന്നിരിക്കുമ്പോൾ സഹിക്കാനാകാതെ പ്രയാസത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി അസ്വസ്ഥതയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പോയി പറയണം നേരം പുലരുമ്പോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞിട്ട് കരിങ്കൽ ജീനുകൾ കൊണ്ട് എന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെന്നെ കൊല്ലുമ്പോ ഞാൻ പരിശുദ്ധയാകുമല്ലോ, ഞാൻ ആ പാപത്തിൽ നിന്ന് ഒഴിവാകുമല്ലോ. അല്ലാഹുവിന്റെ പരലോകത്തെ നീതിയുടെ നിറകുടമായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് വിചാരത്തിന്റെ അതാപ് ഭൗതിക ലോകത്തെ നിയമ നടപടിയിലൂടെ ലഭിച്ചവളാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുമല്ലോ എന്ന പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാ. അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഹൗലയാണ്, ഖുവൈലിദിന്റെ മകൾ ഹൗലയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹിതയാണ്. പക്ഷേ എന്റെ ഭർത്താവിൽ നിന്നല്ലാതെ മറ്റൊരാളോട് പൊരിച്ചതിന്റെ പേരിൽ ഞാനിപ്പോ ഗർഭവതിയായിരിക്കുകയാ. അതുകൊണ്ടാണ് ഒരു വലിയ തെറ്റ് ചെയ്തയെന്ന് എറിഞ്ഞു കൊല്ലണം നബിയേ. ഈ ലോകത്തിൽ നിന്ന് ആ പാപത്തിന്റെ കറകൾ ആരോടും പറയാതെ കഴുകിക്കളയാതെ മറ്റു നടപടി ഏറ്റെടുക്കാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ എനിക്കൊരുപാട് പ്രയാസപ്പെടേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയണം, നീ വ്യതിചരിച്ചതാണോ? ആ പ്രിയപ്പെട്ട സഹോദരി തുറന്നു സമ്മതിച്ചപ്പോ കാരുണ്യത്തിന്റെ നിറദീപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഖൗല, നീ ഗർഭവതിയാണ്, അതുകൊണ്ട് നീ പോയിട്ട് പ്രസവം കഴിഞ്ഞ് മടങ്ങി വരിക. ഗർഭവതിയായ എറിയുന്നതിന് തടസ്സമുണ്ട് എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പ്രസവം കഴിഞ്ഞ് മടങ്ങി വരും, പക്ഷേ എന്റെ പ്രസവം വരെ എനിക്ക് സമാധാനമില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ സൂര്യൻ ഒരു ജാലയം നിൽക്കുന്ന ആ ലോകത്ത് ചുട്ടുകൊള്ളുന്ന ചെമ്പെടുത്ത് പറയു നിൽക്കുന്ന രംഗം എന്റെ മനസ്സിലേക്ക് വരുന്ന നബിയേ, എനിക്ക് പേടിയാവുകയാ എന്ന് പറഞ്ഞിട്ട് ഖൗല മടങ്ങിപ്പോയി. പ്രസവം കഴിഞ്ഞ് മനോഹരമായ ഒരു ആൺകുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഖൗല അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാ. ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ചുംബനം കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്ന് ഇറന്നു കൊല്ലണം ഞാൻ ഉപയോഗിച്ചവളാ. അല്ലാഹുവിന്റെ റസൂൽ, എന്ന് ഇറന്നു കൊല്ലണം ഞാൻ വിചരിച്ചവളാ. ഇതിനിടയിൽ എങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ അദാബ് ഞാൻ വാങ്ങേണ്ടി വരുമല്ലോ. ഞാൻ കുറിച്ചതൊന്നും പരലോകത്തിലേക്ക് കിട്ടാതെ പോകുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ പ്രിയപ്പെട്ട കുഞ്ഞിപ്പോ മുലകുടിക്കുന്ന പ്രായമാ. ആ പ്രിയപ്പെട്ട കുഞ്ഞ് മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയെ ഞാൻ എറിഞ്ഞു കൊണ്ടുപോയാൽ എന്റെ മനസ്സിന്റെ ഗർഭസങ്കടമാ. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ മുലകുടി തീർത്തതിനു ശേഷം വരാൻ പറയുമ്പോ ആ പ്രിയപ്പെട്ട ഹൗലത്ത് ആ കുഞ്ഞിനെയും കൊണ്ടുപോവുകയാ. കുറെ നാളുകൾ കഴിഞ്ഞ് പ്രിയപ്പെട്ട കുഞ്ഞ് പാല് കുടിക്കുന്ന സമയം കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ ഒരു അല്പമെടുത്ത് വെച്ചു കൊടുത്ത് പാല് കൂടി നിർത്തി എന്നറിയിക്കാൻ വേണ്ടി അതിലത്ത് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ആ പെണ്ണ് വരികയാ. എന്തിനാണ് എന്റെ മലബാറിന്റെ മണ്ണാർക്കാടിന്റെ കടിങ്കല്ലെ പ്രാണിയിലെ പെങ്ങള് ആ പ്രിയപ്പെട്ട ഹൗലാബിന്റെ ഹുവരിൽ എന്ന് പറയുന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നത്? സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനല്ല, അവാർഡുകൾ ഏറ്റുവാങ്ങാനല്ല, ചെയ്തുപോയ പേരിന് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാനില്ല. അല്ലാഹുവിന്റെ ദീനങ്ങൾ നടത്തിയിരുന്ന എറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിയെ സ്വന്തം ശരീരം കാട്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് സങ്കടമില്ലാതെ സന്തോഷത്തോടെ വരുന്നത് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ശിക്ഷാ നടപടി നടപ്പാക്കുകയില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ കണ്ണീര് കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് സങ്കടത്തോടെ വന്ന് വിട്ട റസൂലിന്റെ മുമ്പ് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞുകൊല്ലാൻ തീരുമാനമെടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞുകൊല്ലാൻ തീരുമാനമെടുക്കുകയാ. ഔലാദിന്റെ ഹുദവിന്റെ പ്രിയപ്പെട്ട മുലകുടി നിർത്തിയ പ്രിയപ്പെട്ട പൊന്നുപോലെ വാരിപ്പുണരുകയാ. ആക്കമിളത്ത് ഒരുപാട് മുത്തം കൊടുത്ത് ചുമ്മനം കൊടുത്ത് ആ കുഞ്ഞിനെ മറ്റൊരാളുടെ കയ്യിലേൽപ്പിക്കുകയാ. എന്നിട്ട് ഹൗലത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയെ അറേബ്യൻ രാജ്യത്തെ എറിഞ്ഞുകൊള്ളുന്ന രീതി എങ്ങനെയാ? ഒരു കുടിക്കകത്തേക്ക് ഇറക്കി നിർത്തുകയാ. ശരീരത്തിന്റെ പകുതിയോളം കുടിക്കകത്താണ്, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കുടിയുടെ മുകളിലാണ്. സഹാബികൾ പറയുന്ന ഒരു തുണി കൊണ്ടുവന്ന് ഹൗലയുടെ മുകൾ ഭാഗത്തുള്ള പകുതി ശരീരത്തെ തുണി കൊണ്ട് കരവുൾപ്പെടെ മൂടുകയാണ്. എന്തിനും അറിയുമോ? ദൂരത്തിരുന്ന് കല്ലെടുത്തെറിയുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരികളുടെ ഒന്ന് പിടയ്ക്കാനും അതുപോലെ ശരി കൈകാലത്തെ ലഭിക്കാനൊക്കെ തുടർന്ന് കൈയിട്ടുന്നത് എല്ലാവരും പ്രാളപ്പെടുന്ന ഒരു രംഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൗലത്തിനെ പകുതി വരെ കുളിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം പൊതിഞ്ഞു വെച്ചിട്ട് സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ എറിയാൻ പറയുമ്പോ ഹൗലയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ദൂരത്തിരുന്നുകൊണ്ട് ഉമ്മയെ എറിയുന്നത് കാണാറ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചൂട് മാറിയപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് സഹാബികളുടെ കയ്യിൽ നിന്ന് അകലത്തേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, രാവിന്റെ യാമത്തിൽ അറിയാതെ അല്ലാഹു റബ്ബുൽ സ്വത്തിനോട് ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ ഭാരം ചുമന്നുകൊണ്ട് പടച്ചവൻ
തമ്പുരാന്റെ കോടതിയിലേക്ക് ചെന്നാൽ അവിടുത്തെ എല്ലാ നന്മകളും എല്ലാ പുണ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന് പേടിച്ച് മറച്ചിട്ട് അവിടത്തെന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ തന്നെ ഇറന്നുകൊള്ളുക എന്ന ശിക്ഷയ്ക്ക് വിധേയമാകുമ്പോ ആ പ്രിയപ്പെട്ട സഹോദര ശരീരത്തിലേക്ക് ഏറി തുടങ്ങുകയാ. അള്ളാന്റെ റസൂൽ അറിയാൻ പറഞ്ഞ ഓരോരുത്തരാ ശരീരത്തിലേക്ക് എറിയുമ്പോ അവിടത്തെന്ന് പറയുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് കല്ല് വന്ന് പറിച്ച് വേദന കൊണ്ട് പൊടിയുമ്പോ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഹൗലത്തിന്റെ ശരീരം പൊട്ടിയിട്ട് രക്തം പൊട്ടി വന്ന് മൂടിയിരുന്ന തുണി മുറിഞ്ഞിട്ട് ഹൗലത്തിന്റെ ശരീരം പൊട്ടിയിട്ട് രക്തം തെറിച്ചു വന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് വീണപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖാലിദ് പറഞ്ഞു, നബിയേ, ഈ വ്യഭിചാരിയുടെ രക്തം എന്റെ ശരീരത്തിൽ വീണിരിക്കുന്ന റസൂലേ, ഈ വ്യഭിചാരിണിയുടെ രക്തം എന്റെ ശരീരത്തിൽ വീണിരിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിദേ, ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത് ഖാലിദേ, ഒരിക്കലും അങ്ങനെ പറയരുത്. ആ ഹൗലത്ത് അവസാനം ഇറന്നു വന്നിട്ട് ഹൗലത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്, എന്തിനാണ് ഹൗലത്തിന്റെ പേരിൽ നമസ്കരിക്കുന്നത് നബിയേ? അവളൊരു വ്യഭിചാരിണിയല്ലേ? ആരംഭ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന 70 പ്രിയപ്പെട്ട സഹാബികള്, എന്റെ മുമ്പിലിരിക്കുന്ന 70 പ്രിയപ്പെട്ട സഹാബികള് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നതിനേക്കാളും ശക്തമായിട്ടാണ് ഹൗലത്തെന്ന് പറയുന്ന പെണ്ണിന് നിലരാത്രി തൗബ ചെയ്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഹൗലത്തിന് നാളെ പരലോകത്ത് അല്ലാഹു കൊടുക്കുന്നത് ഈ തൗബയുടെ പേരില്, ഈ പശ്ചാത്താപത്തിന്റെ പേരില്, ഈ സങ്കടത്തിന്റെ പേരില്, ഈ ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ ഈ കണ്ണീരൊഴുക്കുന്നതിന്റെ പേരില് എന്റെ ഹൗലത്തിന് അല്ലാഹു നാളെ കൊടുക്കുന്നത് വലിയ നേട്ടമാണ് പരലോകത്തെന്ന് പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എത്ര പ്രാവശ്യം അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്ന പെങ്ങള്, എത്ര കാമുകന്മാരോട് സംസാരിച്ചവരോ, എത്ര തെറ്റ് ചെയ്തു പോയവരോ, എത്ര പാപത്തിന്റെ പാണ്ഡക്കെട്ടുള്ള തലയിൽ ചുമന്നുകൊണ്ട് ജീവിക്കുന്നവരാ എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ. കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയ നിനക്കെങ്ങനെയാണ് ധൈര്യം വരുന്നത്? അല്ലാഹു സ്വർഗം തരണമെന്ന് പറയാൻ എങ്ങനെയാ ധൈര്യം വരുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ രാജാധികാരത്തിന്റെ പരമോന്നതമായ പദവിയിലിരിക്കുന്നു. വിനയത്തിന്റെ, താഴ്മയുടെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളനയുടെ ഉറവിടമായിരുന്ന നീതിയുടെ രണ്ടാമത്തെ തലവരെന്ന ലോകം നിലവിളിക്ക് സമ്മതിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ ആ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തറിയുന്ന ഇബ്നുൽ മലിക് എന്ന് പറയുന്ന മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് എന്താണ് പരലോകത്ത് കിട്ടിയതെന്ന് എനിക്കൊന്ന് അറിയിക്കണേ അല്ല. അല്ലാഹുവിന്റെ സ്വർഗം ഒരുപാട് കുറിച്ചു പോയവനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹു നാളെ പരലോകത്ത് കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനവും മാനവും പദവിയും പ്രതികളൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭൗതിക ലോകത്തെ വെച്ച് കുറിച്ചിരുന്നു. അല്ല, അതുകൊണ്ട് ഖലീഫയായി മരണപ്പെട്ടു പോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് നേട്ടമാണ് കിട്ടിയതെന്ന് എനിക്കൊന്ന് അറിയണമെന്നല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ഒരു രാത്രിയിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാ. വെറുതെ സ്വർഗം ചോദിച്ചാ പോരാ, വെറുതെ പരലോകത്തെ നേട്ടം ചോദിച്ചാ പോരാ, അന്തകൂന അമലുകളിൽ ആഖിരി ബിഖദ്രി മഖാമിക ഫീഹാ. ദാവൂദ് നബി അലൈഹിസ്സലാം ഞെട്ടിപ്പോകുന്ന ഇൽമാണ് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. നാളെ പരലോകത്ത് എന്താണോ നീ ചോദിക്കുന്നത് അത് വാങ്ങാനുള്ള യോഗ്യത ഈ ദുനിയാവിൽ അല്ലാഹു തന്ന ജീവിതം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട് നീ നേടിയെടുക്കണമെന്ന രണ്ടാമത്തെ വിധാനത്തിലൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൊതിച്ചിരുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവിയാണ്. അതിനുവേണ്ടി ഹറാമ് ചെയ്യാതെ, ഹറാമ് ചിന്തിക്കാതെ, ഹറാമ് കാണാതെ, ഹറാമ് കഴിക്കാതെ, ഹറാമിലേക്ക് നടക്കാതെ, ഹറാമ് നോക്കാതെ, ഹറാമ് പിടിക്കാതെ, ഹറാമിൽ കൂട്ടുനിൽക്കാതെ, പൊതുമുതൽ കയ്യിട്ട് വാരാതെ അല്ലാഹു തന്ന അധികാരത്തെ വിനയത്തിന്റെ നീതിയുടെ നിറകുടമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ആദർശ ശുദ്ധിയോടെ ചിലവഴിച്ചു എന്ന ചരിത്രം പറയുന്നു. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
സുന്നത്തിലൂടെ കാണുകയാ. എങ്ങനെയുണ്ട് ഖലീഫ, അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെയാണ് പരലോകത്ത് തന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂങ്ങിയിട്ട് പറയുകയാണ്, ഞാനും എന്നെ പോലെ അള്ളാഹുവിന്റെ അധികാരത്തെ നീതിയുക്തമായി ചെലവഴിച്ച മുഴുവൻ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ ജന്നാത്ത് അതിനെന്ന് പറയുന്ന സ്വർഗത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ കൊതിച്ചതുപോലെ അള്ളാഹു എനിക്ക് തന്നിരിക്കുകയാ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്നിരിക്കുകയാ. അള്ളാഹുവിന്റെ അതിനെന്ന് പറയുന്ന മനോഹരമായ സ്വർഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ അതിനെന്ന് പറയുന്ന മനോഹരമായ സ്വർഗമുണ്ടല്ലോ, ആ അതിനെന്ന് പറയുന്ന അതിമനോഹരമായ സ്വർഗമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അള്ളാഹു എനിക്കും എന്നോടൊപ്പമുള്ള അധികാരികൾക്ക് അള്ളാഹു തന്നിരിക്കുന്നതെന്ന് പറയുമ്പോ ശ്രദ്ധിക്കാൻ യോഗ്യതയുണ്ടോ, ആശിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അള്ളാഹു അജന്തരമായി വിശ്വസിച്ച ഒരു വിഭാഗമുണ്ടല്ലോ, സ്വാലിഹായ നല്ല പ്രവർത്തനം ചെയ്ത ഒരു വിഭാഗമുണ്ടല്ലോ, അവരാരാണ്? ഉലൈക ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവരാണ് നന്മയുടെ കൂട്ടര്, അവർക്കാണ് പരലോകത്ത് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അഥവാ മനോഹരമായ സ്വർഗം അവർക്കുള്ളതാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അവിടെയാണ് കരിങ്കല്ലപ്പാണിയിലെ പ്രിയപ്പെട്ടവരെ നമ്മളെത്തേണ്ടത്. ഈ പ്രിയപ്പെട്ട മക്കളോ, അൽഹംദുലില്ലാഹ് 3 വർഷം കൊണ്ട് 100 കണക്കിന് ഹാഫിന് കരിങ്കല്ലപ്പാണി സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഈ നാട്ടിലുള്ളവര് ഭാഗ്യവാന്മാരാണ്, നിങ്ങളെ ഭാഗ്യവതികളാണ്. നിന്റെ വിരൽത്തുമ്പിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം കൊണ്ട്, ഒരു താലിയുടെ കേവലം 1 ഗ്രാം വരുന്ന ഒരു താലിയുടെ മുത്തുകൊണ്ട്, നിന്റെ ഭർത്താവെ ചേരുന്ന നോട്ടുകൾ കുഞ്ഞുന്ന ഒരു നോട്ടുകൊണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനസ്സിലേക്ക് എടുത്തു വെക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് കിതാബ് വാങ്ങാൻ കഴിഞ്ഞാൽ, അവർക്ക് വസ്ത്രം വാങ്ങാൻ കഴിഞ്ഞാൽ, അവർക്ക് കിടക്കാനും ഇരിക്കാനും ഉടുക്കാനും കുടിക്കാനും ഉറങ്ങാനും നിസ്കരിക്കാനും ഉണ്ണാനും ഓടാനും സാധാരണ കളിക്കാനും പഠിക്കാനും അറിയാനും എല്ലാ ഉന്നതമായ പദവിയിലേക്ക് എത്താനുമുള്ളത് എന്റെ മലബാറിന്റെ, എന്റെ പാലക്കാടിന്റെ തീരത്തിൽ നിന്ന് പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ സമ്പത്തിലൂടെ കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ പദവിയാണ്, ഗുണവാന്മാരുടെ പദവിയാണ്, ശ്രേഷ്ഠവാന്മാരുടെ പദവിയാണ്. പടച്ചവനെ, ഈ സദഖയോടെ ചെയ്തു പോലെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ പറഞ്ഞല്ലോ, 60 കൊല്ലത്തോളം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ ഒരു വിചാരം കൊണ്ട് 60 കൊല്ലത്തെ ഇബാദത്ത് പൊടിഞ്ഞു പോയപ്പോ തന്റെ സന്ധിയിലുണ്ടായിരുന്ന 2 പത്തിരിക്കഷണം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട്, അല്ലാഹുവേ ആ പാവപ്പെട്ടവർക്ക് ആ പത്തിരി കൊടുത്തതിന്റെ പേര് നഷ്ടപ്പെട്ടു പോയ 60 വർഷത്തെ ഇബാദത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു കൊടുക്കുമെന്ന് റസൂൽ സഹാബത്തിനോട് പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. അതുകൂടി നഷ്ടപ്പെട്ടു പോയാലോ നമുക്ക് സഹിക്കാൻ കഴിയൂല. ഈ ഗ്രൗണ്ട് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതെന്നാനും എന്റെ മണ്ണാർക്കാട് കരിങ്കല്ലത്താണിയിൽ വന്ന പ്രിയപ്പെട്ടവർക്കറിയുമോ എന്നെനിക്കറിയില്ല. ഈ ഗ്രൗണ്ട് വാഹന പാർക്കിംഗ് കൊണ്ട് നിറഞ്ഞുപോയ ഒരു ദിവസമുണ്ടായിരുന്നു. അതേ ഇതിന്റെ പുറകിലായിട്ട് ഒരു വീടിന്റെ ബഹുമാനപ്പെട്ട PT യൂസുഫ് ഉസ്താദിന്റെ വീട്. അല്ലാഹുവേ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, പടച്ചവനെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെണ്ടാലും പറഞ്ഞിരുന്നത്, വേങ്ങൂർ വെച്ച് തന്നെ എനിക്ക് മരിക്കണം, വെള്ളിയാഴ്ച രാവിലെ തന്നെ എനിക്ക് മരിക്കണം. അതിനോടൊന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് ബഷീറുദ്ദീൻ ഹസ്രത്താണ്. അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, കഫാക റബ്ബുക കൗനി യക്ഫീക വാഖിഫത. ആ മനോഹരമായ കവിതയുടെ സംശയം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് ഉസ്താദ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോ കഫാക്കയുടെ ഒരു സർവേ എഴുതി തരാമെന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട PT യൂസുഫ് ഉസ്താദ് പാണ്ടിക്കാട് ബഷീറുദ്ദീൻ ഹസ്രത്തിനെ കാണാൻ ചെല്ലുമ്പോ അവിടെ ബഹുമാനപ്പെട്ടവര് തുഹഫത്തു സാലിഖീൻ എന്ന് പറയുന്ന കിതാബ് എഴുതി വെച്ചിരിക്കുകയാണ്. ആ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പാരായണം ചെയ്തവനാണ്. ആത്മീയതയുടെ
ഇവിടെ പരമോന്നതമായ പദവിയിലെത്തിക്കുന്ന ആ കിതാബ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ കരം പിടിച്ചു മുത്തിയിട്ട് യേശുദാസ് പറഞ്ഞത്, എനിക്ക് വെള്ളിയാഴ്ച രാവിലെ ആഗ്രഹിച്ചതുപോലെ മരിക്കണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണപ്പെട്ടുപോയ മഹാന്തമയ്യപ്പ നമസ്കാരത്തിന് കരിങ്കല്ലപ്പാണിയുടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞു പോയെന്ന് നിങ്ങളോട് ഈ പാവപ്പെട്ട ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ട്. എന്തിനാണെങ്ങനെ സംഭവിച്ചോരെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്താണോ അത് കിട്ടാൻ വേണ്ടി ദുനിയാവിൽ പരിശ്രമിച്ചതുകൊണ്ടോ, അത് കിട്ടാൻ വേണ്ടി ദുനിയാവിൽ ത്യാഗം ചെയ്തതുകൊണ്ടോ. ഏതൊരു മുതലുമിനെ കണ്ടാലും ബി യൂസുഫാർ എന്ന് പറയുമായിരുന്നു, മോനെ ഈമാനോടെ മരിക്കാതെ ആരെങ്കിലും എന്നാണ്. എന്ത് ധൈര്യമാണ്, എന്ത് ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഇബ്ലീസ് തന്നിരിക്കുന്നത്. ആ ധൈര്യത്തെ എടുത്ത് മാറ്റുക. ബലഹീനരാണ്, പാവപ്പെട്ടവരാണ്, അറിവില്ലാത്തവരാണ്, അമലില്ലാത്തവരാണ്. റബ്ബേ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. അവൻ പരിശ്രമിച്ചതല്ലാതെ, അവൻ ആഗ്രഹിച്ചതല്ലാതെ, അവൻ കഷ്ടപ്പെട്ടതല്ലാതെ, അവൻ ത്യാഗം ചെയ്തതല്ലാതെ അല്ലാഹുവിന്റെ കോടതിയിൽ മറ്റൊന്നും അവന് കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മൾ ത്യാഗം ചെയ്തിട്ട്, നമ്മൾ പരിശ്രമിച്ചത് അല്ലാഹു നമുക്ക് തരും. കൊണ്ടുവരിക ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരങ്ങളെ ചെയ്തു കൊടുക്കുക. ഇത് കേവലം ഒരു പിരിവിന്റെ സരസായിട്ട് കാണരുത്. നമ്മൾ അങ്ങനെയല്ലല്ലോ ഈ സ്ഥാപനത്തെ ഇത്രയുമാക്കിയത്. ബിസ്മില്ലാഹിർ റഹ്മാൻ എല്ലാവരും ചെയ്തു കൊടുക്കുക. ഒരു ബാധ്യത ഇനി ഇതിന് വേണ്ട പ്രിയപ്പെട്ടവരെ. ഇനി ഇതിന്റെ പേരിൽ ഗൾഫിൽ പിരിവ് നടത്തുന്നത് നിങ്ങൾക്ക് നാണക്കേടാണ്, നമുക്ക് നാണക്കേടാണ്. കാരണം അവിടെയുള്ളവർ തന്നെ പറയില്ലേ, ഇത് കുറെ ആയാലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടെന്ന് പറയില്ലേ. അല്ലാഹു തആല അതൊക്കെ മാറ്റിത്തരട്ടെ. ഈ നിങ്ങൾ കൊടുക്കുന്നത് ഈ ബിൽഡിംഗിന്റെ കടം തീരുന്നതിന് വേണ്ടിയിട്ടെന്ന് നിയ്യത്ത് ചെയ്ത് ആണും പെണ്ണും എല്ലാവരും കാര്യമായി സ്വതക്ക ഇട്ട് കൊടുക്കുക. അല്ലാഹു ഈ ഒരു സ്വതക്കയുടെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു മാഫാക്കി പെരുമാറാകട്ടെ. വലാ ഖൈറ ഫിദ് ദുനിയാ ലിമൻ ലം യകുൽ ലഹു മിനല്ലാഹി ഫിദാരി വഖാമിഹി നസീബു. ദുനിയാവിലെല്ലാം വാരിക്കൂട്ടിയിട്ട് അള്ളാന്റെ കോടതിയിൽ ഒന്നും ഇല്ലാതെ പോയാൽ അവനൊരു ഹൈറില്ല, അവനൊരു ബറക്കത്തില്ല, അവന് പരാജയമാണെന്ന് മഹത്തുകൾ പറയുകയാണ്. അല്ലാഹുവേ, ദുനിയാവിലെല്ലാമുണ്ട്, ആഖിറത്തിലൊന്നുമില്ല. ദുനിയാവിലെല്ലാമുണ്ട്, ആഖിറത്തിലൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ മയ്യത്ത് കാണാൻ, ഖബർ കാണാൻ ഞാൻ പോയിരുന്നു. രാമേശ്വരത്തുള്ള APJ അബ്ദുൽ കലാമിന്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിച്ചു. അല്ലാഹുവേ, ആ ഖബർ കണ്ടപ്പോ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്തെന്നറിയോ? ഒരു സലാം പറയാൻ, ഒരു ഫാത്തിഹ ഓതാൻ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ അവിടെയില്ല. അവിടെയുള്ള 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ ക്രൈസ്തവരാണോ ആരും അറിയില്ല. എല്ലാവരും വന്ന് ഖബറിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് മടങ്ങി പോകുന്നു. അല്ലാഹുവേ, ഞാനവിടെ മനസ്സുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കൂടെ നിന്നുകൊണ്ടൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്തു. എന്തിനെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ APJ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നല്ലോ. എത്രയോ നേതാക്കന്മാരെ അപമാനം വരുത്തി വെച്ച് നാട്ടിൽ കൊള്ളരുതായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുന്നിലൂടെ അഭിമാനത്തോടെ ജീവിച്ചു പോയ APJയുടെ ഖബറിലേക്ക് ഒരു മക്കളെന്ന് പറയാൻ ഒരാൾ പോലും വന്ന് സലാം പറയാനില്ലല്ലോ. ഗവൺമെന്റ് പതിച്ചു കൊടുത്ത വിശാലമായ ഏക്കർ കണക്കിനുള്ള വസ്തുവിന്റെ മധ്യഭാഗത്ത് ചെറിയ ഒരു കബർ കുടിച്ചിട്ട് ആ കബറിന്റെ അകത്ത്, കബറിന്റെ മുകൾ ഭാഗത്ത് കുറെ പൂക്കളും ഒരു ഫോട്ടോയും വെച്ച് APJയുടെ കബർ കാണുമ്പോ അല്ലാഹു, ഒരു പള്ളിയിലാണ് അടക്കിയിലും നിറങ്ങിൽ ആ പള്ളിയിൽ നടക്കുന്ന ദിക്റിന്റെ പുണ്യമെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ആകാശലോകത്തിന്റെ അത്ഭുതങ്ങൾ പഠിച്ചുപോയ മനുഷ്യര്, ശ്വാസലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ചിന്തകൾ ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ യുവാക്കളെ സ്വപ്നം കാണലല്ല, സ്വപ്നത്തിലൂടെ ജീവിക്കലാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച ആ APJയുടെ കബർ കണ്ടപ്പോ ഞാൻ തകർന്നുപോയി. പ്രിയപ്പെട്ടവര്, എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയുമോ? 3 തുണ്ട് വെള്ളത്തുണിയിൽ പൊരിയുന്ന പെങ്ങള് അതിൽ നിന്റെ ശരീരത്തിലെ ആഭരണങ്ങളുടെ ഇടയാടുകളൊക്കെ എടുത്ത് മാറ്റുമല്ലോ. പച്ചയായ നിന്റെ ശരീരത്തെയല്ലേ കട്ടിലിന്റെ മുകളിൽ കിടത്തിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ കുളിപ്പിക്കുന്നത്? നിറഞ്ഞ വേണിയിൽ കിടത്തിയിട്ടല്ലേ കുളിപ്പിക്കുന്നത്? എന്നിട്ടരാ കട്ടിയുള്ള 3 തുണ്ട് വെള്ളത്തുണി കൊണ്ടുവന്ന് പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. കരിങ്കല്ലെ പാണി പിടിച്ച് കുലുക്കിയിരുന്ന പെണ്ണല്ലേ? ആ പെണ്ണ് നടന്നു പോകുമ്പോൾ പ്രകാശ
കാമുകന്മാരാ പിന്നാലെ പോയിരുന്നത്. ആ പെണ്ണിന്റെ പുഞ്ചിരി ഒന്ന് കാണാ, ആ പെണ്ണിന്റെ സെൽഫി ഒന്നെടുക്കാ, ആ പെണ്ണിനോടൊപ്പം യാത്ര ചെയ്യാ, ആ പെണ്ണിന്റെ കാർകൂമ്പലിന്റെ അഴകൊന്ന് കാണാ. എത്രയോ കൊതിച്ചുപോയ എന്റെ മലബാറിന്റെ പാലക്കാടിന്റെ ചെറുപ്പക്കാരോ, ഇന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുവന്ന് പള്ളിയുടെ കിളികളുടെ ശബ്ദം മുടങ്ങുന്ന കബറിന്റെ കപ്പടക്കിയിട്ട് മടങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ദുനിയാവിലെന്ത് നേടിയിട്ടല്ല, എന്തൊക്കെ ഭൗതിക ലോകത്ത് നേടിയെടുത്താൽ ഒരു ഖൈറ് പോലും നേടില്ല. പരലോകത്ത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എത്ര നേടിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തകൂന അമലുക്കലില്ലാഹി ബിഖദരി മഖാമിക ഫീഹാ. ആഖിറത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ദുനിയാവിൽ വെച്ച് തന്നെ അളന്നു തിട്ടപ്പെടുത്തിയിട്ട് ചെയ്യണം. എനിക്ക് ഹൗദുൽ കൗസർ വേണം, എന്താണ് ചെയ്യേണ്ടത് ചെയ്യുക. എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് വേണം, വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല, എന്താണ് ചെയ്യേണ്ടത് ചെയ്യുക. അതുകൊണ്ടാണ് കുത്തേറ്റ് വീണപ്പോ അലി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അൽഹംദുലില്ലാഹ്, ഞാൻ വിജയിച്ചു, അൽഹംദുലില്ലാഹ്, ഞാൻ വിജയിച്ചു, അൽഹംദുലില്ലാഹ്. ഞാൻ ആഗ്രഹിച്ച ഒരു മരണമാണ് റബ്ബേ എനിക്ക് തന്നിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു പോരെങ്കിൽ അവരൊക്കെ കുറിച്ചത് കിട്ടാൻ വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു പോയവരാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുഹാജിറുകളായ സഹാബികള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന് പരാതി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ മക്കത്തിരുന്ന് അങ്ങയോടൊപ്പം മദീനത്തേക്ക് വന്നവരല്ലേ, ഞങ്ങൾ മക്കത്തിരുന്ന് അങ്ങയോടൊപ്പം മദീനത്തേക്ക് വന്നവരല്ലേ, ഇവിടെയുള്ളവരല്ലേ ഞങ്ങൾക്ക് വീട് തന്നത്, ഇവിടെയുള്ളവരല്ലേ ഞങ്ങൾക്ക് പെണ്ണിനെ തന്നത്, ഇവിടെയുള്ളവരല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഇവിടെയുള്ളവരല്ലേ ഞങ്ങൾക്ക് വസ്ത്രം തന്നത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അൻസാരികൾ എന്ന് പറയുന്ന മദീനത്തെ പ്രിയപ്പെട്ട സഹാബികൾക്ക് പൈസയുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞാൽ സ്വതക്ക ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ലഖദ് ഖശീനാ യദ്ഹബൂ ബിൽ അജ്രി കുല്ലിഹി, യാ റസൂലല്ലാഹ്, എല്ലാ പ്രതിഫലവും അവർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാവുന്ന നബിയേ. ഒരു പേടി, മനസ്സിന്റെ അകത്തൊരു പേടി. അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ പ്രതിഫലവും അവർ കൊണ്ടുപോകുമല്ലോ. നിങ്ങൾക്ക് തോന്നിയോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഘാടകരായി കരിങ്കല്ലത്താണിയുടെ സ്ഥാപനത്തിന്റെ മെമ്പറായിട്ടിരിക്കുന്നവർക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുമല്ലോ, എന്നെ കൂടി അതിലൊരു മെമ്പറാക്കുമോ എന്ന് ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു പാർട്ണർഷിപ്പ് കച്ചവടമാണെങ്കിലോ, ചേർന്നാലും മാസാമാസം എണ്ണിയെടുക്കാൻ, ഉമിനീര് പുരട്ടിയിട്ട് എണ്ണിയെടുക്കാനുള്ള ാണെങ്കിൽ ഓടി ചെല്ലുമല്ലോ. കന്നുകാലികളെ പോലെ കാത്തിരുന്നിട്ട് വീടും പറമ്പും വിട്ടിട്ടുകൊണ്ട് കൊടുത്തിട്ട് പറയുമല്ലോ, എന്നെ കൂടി ലാഭത്തിന് വേണ്ടി ഒന്ന് ചേർക്കാൻ പറയുമല്ലോ. ഇതിവിടുത്തെ ലാഭത്തിനുള്ളതല്ല, അല്ലാഹുവിന്റെ കോടതിയിലെ ലാഭത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ കാതിൽ വന്ന് പറഞ്ഞത്, ഉസ്താദേ, ഒരു കുട്ടിയെ ആപ്പിലാക്കാനുള്ള പൂർണ്ണ ചെലവ് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അല്ലാഹുവേ, അല്ലാഹുവേ, ആ പൊന്നുപോന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾ പതിയുമ്പോ ആ അക്ഷരങ്ങൾ ഈ പറഞ്ഞ സഹോദരൻ നാളെ ആഖിറത്തിൽ അനുകൂലമായ സാക്ഷി പറയുന്നൊരവസ്ഥ റബ്ബേ നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. മുഹാജിറുകൾക്ക് മനസ്സിന്റെ അകത്ത് ഭയം വരികയാണ്, നബിയെ ഞങ്ങൾക്ക് പേടിയാവുകയാണ്. എല്ലാ സ്വലക്കയും അൻസാരികളല്ലേ ചെയ്യുന്നത്, ഞങ്ങൾക്ക് തരുന്നതവരല്ലേ, നിങ്ങൾക്ക് തരുന്നതവരല്ലേ, പള്ളിക്ക് കൊടുക്കുന്നതവരല്ലേ, ഞങ്ങൾക്ക് പേടിയാണ് നബിയെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയോ? യാലിക ഫളില്ലാഹ് യുതി മയ്യശാ, അതല്ലാഹുവിന്റെ ഔദാര്യമാണ് സഹാബത്തെ. അവൻ ഉദ്ദേശിച്ചവർക്കത് കൊടുക്കും. ഇവിടെ കുറെ ആളുകൾ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഈ സ്ഥാപനത്തിന് കൊടുത്തവരുണ്ട്. പാവപ്പെട്ടവൻ വിചാരിക്കും അല്ലാഹു എനിക്കൊന്നുമില്ലല്ലോ. എന്നാൽ അവിടെ അവനെങ്ങനെ വിജയിച്ചു? ഞാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ. അവന് പൈസ അല്ലാഹു കൊടുത്തത്. യാലിക ഫളില്ലാഹ്, അതല്ലാഹുവിന്റെ ഔദാര്യമാണ്. വെറുതെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതല്ല. സ്വതക്ക ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലല്ലേ പൈസ ഉണ്ടായിട്ട് കാര്യമുണ്ടാവുകയുള്ളൂ. ഇല്ലാതെ കോടാനുകോടി സമ്പാദ്യമുണ്ടാകി ലോകത്തൊരുപാട് ബിസിനസ് സാമ്രാജ്യം പണിഞ്ഞ് ഏറ്റവും വലിയ മസ്ജിദുൽ നബവി പോലെ, മസ്ജിദുൽ ഹറം പോലെ വലിയ കൊട്ടാരം കെട്ടിയിട്ട് വർഷങ്ങളോളം പണിഞ്ഞാലും തീരാത്ത
കൊട്ടാരം കിട്ടി നിന്റെ പ്രിയപ്പെട്ട വീട്ടിന്റെ അകത്ത് സന്തോഷത്തോടെ കഴിയുന്നത് ഫളലല്ല, അത് ഔദാര്യമല്ല, അത് അല്ലാഹുവിന്റെ കാരുണ്യമല്ല. മറിച്ച് ഞാൻ സൗദി അറേബ്യയുടെ റിയാദിൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ, റിമാദിൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ, ജിദ്ദയിൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ എനിക്ക് എന്റെ തട്ടിയും മുട്ടിയും കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. എന്നാലും നിങ്ങളൊക്കെ വന്ന് കൈനീട്ടുമ്പോ, ശിഹാബ് തങ്ങളുടെ പേര് പറയുമ്പോ, തങ്ങളുടെ പേര് പറയുമ്പോ, ശംസുലുലമയുടെ പേര് പറയുമ്പോ, ഞാൻ എന്റെ മക്കൾ, എന്റെ ഉപ്പ, എന്റെ ജീവിതത്തെ, എന്റെ സൗഭാഗ്യത്തെ എല്ലാം മറന്നു പോവുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി നിന്നു പോവുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി നിന്നു പോവുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, മുഹാജിറുകളെ കരയണ്ട, മുഹാജിറുകളെ കരയണ്ട. അൻസാരികളായ സഹാബികൾ പണം കൊടുക്കുന്ന കണ്ട് ഭയന്നു പോകണ്ട. ആ സമ്പത്ത് കൊടുക്കുകയും കൊടുക്കാനുള്ള മനസ്സ് വരികയും ചെയ്യുന്നത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദുനിയാവിന്റെ ചതിയിൽ വീടല്ലേ പെങ്ങളെ. ഇത് കേവലം ഒരു പണപ്പിരിവിന്റെ വാളാണെന്ന് കരുതി പോകണ്ട, പാട്ടപ്പിരിവിന്റെ വാളാണെന്ന് കരുതി പോകണ്ട. ഒരു നാണയത്തൊട്ടുപോലും ഈ സ്ഥാപനത്തിന് തന്നില്ലെങ്കിൽ ഈ പറയാനുള്ള വാക്കുകൾ സ്വീകരിക്കാതെ പോകല്ലേ, സ്വീകരിക്കാതെ പോകല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്നലെ പറഞ്ഞല്ലോ ദുനിയാവിന്റെ നിസാരത 6 കാര്യങ്ങളിലാണ്. ഭക്ഷണവും വെള്ളവും വാഹനവും വസ്ത്രവും സുഗന്ധവും ഒക്കെയായി, ഇണകളുമൊക്കെയായി 6 കാര്യം ദുനിയാവിന്റെ നിസാരതയാണെങ്കിൽ ഈ 6 കാര്യമാണ് പരലോകത്തെ മഹത്വമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ദുനിയാവിലാണ് അതിന്റെ നിസാരത, എന്നാൽ പരലോകത്തതിന്റെ നിസാരതയില്ല. പരലോകത്തതിന് വല്ലാത്ത പുണ്യമാണ്, പരലോകത്തതിന് വല്ലാത്ത മഹത്വമാണ്. അതിലൊന്ന് നമ്മൾ ആഗ്രഹിക്കണം, പരലോകത്തെ ഭക്ഷണം, സ്വർഗത്തിന്റെ ഭക്ഷണം നമുക്ക് വേണ്ടേ, സ്വർഗത്തിന്റെ ഭക്ഷണം നമുക്ക് വേണ്ടേ. അത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോ, അത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ ചില ആളുകൾക്കത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെ മാത്രം ഞാൻ എടുത്തു പറയാൻ സമയക്കുറവാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഈ സദസ്സിൽ വന്നവരെ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അന്തകൂന അമലുക ലില്ലാഹി ബിഖദരി മഖാമിക ഫീഹാ. ആഖിറത്തിൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ അമൽ ചെയ്യണമെന്ന് പറയുമ്പോ, ആഖിറത്തിൽ നീ ആഗ്രഹിക്കുന്ന പടച്ചവനെ എനിക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം വേണം. എങ്ങനെയാണ് കിട്ടുക? ഒരുപാട് വിഭാഗമുണ്ട്. പക്ഷേ ഒറ്റ വിഭാഗത്തെ ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഈ ലോകത്ത് ഒരുപാട് സ്വതക്കയുടെ ദാനത്തിന്റെ പുണ്യം അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഒന്നുമില്ലാത്തവര് പൊട്ടിക്കിടന്നുകൊണ്ട് ഇവിടെ ഇരിക്കും. ഓരോ നമസ്കാരം കഴിയുമ്പോഴും ചില ദിവസം സുബഹിക്ക് ശേഷം, ചില ദിവസം ഇശാഇന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് 10-15 മിനിറ്റ് സഹാബത്തിന് അന്ന് നടക്കുന്ന അറിവിന്റെ മനോഹരമായ വഴികൾ തുറന്നു കൊടുക്കുമ്പോ ഒരു ദിവസം രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ ധൈര്യമുള്ള ആൾ ഒരമലിവിടെ ചെയ്യേണ്ടതുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിക്കാൻ നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു യോഗ്യത കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ സഹാബികളൊക്കെ അത്ഭുതത്തോടെ കേട്ടിരിക്കുമ്പോ തന്റെ വലതുഭാഗത്തുള്ള സാധുവായ ഫക്കീറായ ഒരു മനുഷ്യനെ മുത്ത് റസൂൽ എഴുന്നേക്കാൻ പറയുകയാണ്. ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ചുട്ടി ചുരുങ്ങിപ്പോയ ശരീരമാണ്, മെലിഞ്ഞുണങ്ങിപ്പോയ ശരീരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മനുഷ്യൻ പട്ടിണിയാണ് കുറെ ദിവസങ്ങളായി, ഇന്നാണ് ഇവിടെ വന്നുപെട്ടത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകാൻ ഇവിടെ വീടുകളില്ല, എന്റെ വീട്ടിൽ ഈ പ്രിയപ്പെട്ടവൻ എടുത്തു കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഇന്ന് രാത്രി ഭക്ഷണം കൊടുത്ത് സുഖമായി കിടത്തി ഉറക്കുന്നത്? അവർക്ക് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ
എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്കെഴുന്നേൽക്കണമല്ലോ എന്ന് പറഞ്ഞ സഹാബികളിൽ ഏറ്റവും പാവപ്പെട്ടവൻ, അൻസാരികളായ സഹാബികളിൽ ഏറ്റവും സാധുവായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് അനയാ റസൂലല്ലാഹ് അനയാ ഹബീബല്ലാഹ്, ഞാൻ കൊണ്ടുപോകാൻ നബിയേ. അള്ളാന്റെ റസൂലിന് സന്തോഷമായി, അള്ളാന്റെ ഹബീബിന് ആനന്ദമായി. ഈ പ്രിയപ്പെട്ട സഹാബിയോടൊപ്പം ആ ഫക്കീറായ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ സഹാബിയുടെ നെഞ്ചിങ്ങനെ ഇടിക്കുകയാണ്. റബ്ബേ, എന്താണ് എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഈ സഹാബിക്ക് എടുത്തു കൊടുക്കുക? എന്റെ വീട്ടിലൊന്നുമില്ല, എന്റെ മക്കള് പട്ടിണിയാണ്, എന്റെ ഭാര്യ പട്ടിണിയാണ്. ഈ പാവപ്പെട്ടവനെ കൊണ്ടുപോയിട്ട് പറ്റിക്കേണ്ടി വരുമോ? എന്തെങ്കിലും കാണണേ റഹ്മാനേ, അടുക്കളയുടെ അകത്തിളത്ത് എന്തെങ്കിലും ഒരു നേരിയ ഭക്ഷണമെങ്കിലും ഈ മനുഷ്യന് കൊടുക്കാൻ അവിടെ ഉണ്ടാവണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഫഖീറായ മനുഷ്യനാ കണ്ണീര് കാണാതെ തുടച്ചു അയാളുടെ വിരൽ പിടിച്ച് വീട്ടിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കിയെന്ന് പറഞ്ഞപ്പോ കൊതിച്ചുപോയി. ഒരു അമലുമില്ലല്ലോ. നമ്മളൊക്കെ എങ്ങനെയാണ് സ്വർഗത്തിന്റെ വിരുന്ന് വാങ്ങുക? എന്റെ പ്രിയപ്പെട്ട കരിങ്കല്ലപ്പാറയിലുള്ളവരെ സ്വന്തം കുന്ന വീർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് സാധുക്കളുടെ യതീമീങ്ങളുടെ പാവപ്പെട്ടവരുടെ മനസ്സറിയാൻ നിനക്കുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോവല്ലേ, ആ കൽബ് നഷ്ടപ്പെട്ടു പോവല്ലേ. തന്റെ ചെറിയ തെറ്റക്കൂടയുടെ മുന്നിൽ ചെല്ലുന്നിട്ട് പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കാനൊരു പടിക്കഷണം എടുത്തു കൊടുത്തിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഭാര്യ പൊട്ടിക്കരെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പെണ്ണെ പതുക്കെ പറയണം പെണ്ണെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിരിയാണ്. സ്വർഗത്തിലെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് പോയതാണ്. ഇവിടെ ഒന്നുമില്ലാന്ന് എനിക്കറിയാം. സ്വർഗത്തിലെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് പോയതാണ്. പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ആകെ 2 പത്തിരി ഇരിക്കുന്നുണ്ട്, ചെറിയ പത്തിരിയാണ്. 2 ചെറിയ പത്തിരി കഷ്ണം ഇരിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? ഒരു പത്തിരി ഉണ്ടാക്കുന്ന മാവ് കൊണ്ട് 2 പത്തിരി ഉണ്ടാക്കിയത് എന്തിനെന്നറിയോ? 2 മക്കൾ അകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവര് വിശന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണു തുറക്കുമ്പോ 2 പേർക്കും ഓരോന്ന് കൊടുക്കാൻ വേണ്ടി ഒരു പത്തിരിയുടെ മാവ് കൊണ്ട് 2 പത്തിരി ഉണ്ടാക്കിയതാണ്. ആ മക്കൾ ഉണർന്നു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ ബഹുമാനപ്പെട്ട ഈ അൻസാരിയായ സഹാബി പറയുന്നു, ആ മക്കളെങ്ങാനും ഇപ്പോഴുണർന്നു പോയാൽ അകത്തേക്ക് ചെന്നിട്ട് ആ മക്കൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുത്തിട്ടോ പാട്ടുപാടിയിട്ടോ നീ അവരെ ഉറക്കണം പെണ്ണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അതിരിയുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സഹാബി ഒരു ചെറിയ പാത്രത്തിൽ 2 പത്തിരി എടുത്ത ആ പ്രിയപ്പെട്ട ഫക്കീറിന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ ആ ഫക്കീർ പറയുന്നു, നിങ്ങൾ കൂടി ഇരുന്ന് കഴിക്കുക. അയാൾ പറഞ്ഞു, ഞാനിരുന്നോളാം, നിങ്ങൾ കഴിക്കുക. ഇല്ല, നിങ്ങളിരിക്കാതെ ഞാനിത് കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് വരികയാണ്. പെണ്ണേ, ഞാനിരുന്നല്ലാതെ അയാളെ കഴിക്കൂല. എനിക്ക് കഴിക്കാൻ പത്തിരിയില്ലല്ലോ, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ. ഞാനൊന്നിരുന്ന് കൊടുത്തല്ലാതെ അയാൾ ഒരിക്കലും കഴിക്കൂലെന്നാ പറയുന്നു. ആ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, നിങ്ങളാ വിളക്കിനെ അങ്ങ് കെടുത്തിക്കളയുക, നിങ്ങളാ വിളക്കിനെ അങ്ങ് കെടുത്തിക്കളയുക എന്ന് തീർന്നു പോകുന്നു പറയുക. എന്നിട്ട് അടുക്കളയിൽ നിന്നൊരു പാത്രം കൊണ്ട് മുമ്പ് പോയിരിക്കുക. എന്നിട്ട് ആ പാത്രം കൊണ്ട് മുമ്പ് വെച്ചിട്ട് കഴിക്കുന്നത് പോലെ അഭിനയിക്കുക. ഇരുട്ടത്ത് അയാൾ നിങ്ങളുടെ പാത്രത്തിൽ പത്തിരിയില്ലാത്തത് കാണൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ അതിരിയല്ലേ, നമുക്ക് സ്വർഗത്തിൽ പുണ്യം കിട്ടുന്ന അമലല്ലേ. അല്ലാഹുവേ, അതുപോലെ വിളക്ക് കിടപ്പിയിട്ട് വെളിച്ചം കിടപ്പിയിട്ട് ആ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് പോലെ കാണിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് 2 പേരും ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ സുഖലോലുപനായി കിടത്തി ഉറക്കുകയാണ്. പിറ്റേന്ന് സുബഹിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് 2 പേരും നടന്നു പോവുകയാണ്. വിശന്ന് പൊട്ടിക്കരഞ്ഞ മക്കളെ താലോലം പാടി ഉറക്കിപ്പോയ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ്. എത്ര നല്ല ദീനുള്ള കുടുംബമാണ്, എത്ര നല്ല ദീനുള്ള കുടുംബമാണ്. റമളാൻ മാസത്തിന്റെ നോമ്പ് 20-നല്ലേ വാടാനപ്പള്ളിയിൽ
ചോറിട്ട് കൊടുത്ത ഉമ്മയെ ഭക്ഷണത്തിന് രുചി പോരെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ചവിട്ടിക്കൊന്നത്. ഇന്നെവിടെയാണ് ഈ ദീനിന്റെ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഇന്ന് ഈ ചരിത്രം പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയുന്നതല്ലേ? നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കള് ക്രൂരതയുടെ മുഖഭാവമുള്ളവരായി പോയി. വിശന്ന് വലഞ്ഞ മക്കളെ താലോലിച്ചുറക്കിയ പ്രിയപ്പെട്ട ഉമ്മ തന്റെ ഭർത്താവിനെയും അതിഥിയെയും പള്ളിയിലേക്ക് സുബഹിക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷേ പള്ളിയിലെത്തിയപ്പോഴോ സുബഹി നിസ്കാരം കഴിഞ്ഞുടനെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഇവിടുന്ന് എന്റെ അതിഥിയെ കൊണ്ടുപോയാൽ എന്നെ എത്രയും പെട്ടെന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബിയുടെ മുട്ടുകാല് വിറയ്ക്കുകയാണ്. അല്ലാഹുവേ, ചെറിയ 2 പത്തിരി കൊടുത്തു ആരംഭ റസൂലിന്റെ അതിഥിയെ അവഹേളിച്ചു എന്നതിന് എന്നോട് ചോദ്യം ചെയ്യാനാണോ റസൂൽ വിളിക്കുന്നതെന്നറിയില്ല. കുട്ടിക്കരന്നുകൊണ്ട് മുത്തുഹബീബിന്റെ മുമ്പ് വിറയ്ക്കുന്ന കാലുമായി ചെന്ന് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ 14 രാവിന്റെ നറുനിലാവ് പൊഴിഞ്ഞു വീടുന്ന പുഞ്ചിരി, ആ പുഞ്ചിരി സമർപ്പിച്ചിട്ട് പറയുകയാണ്, ഇന്നലെ നീ കൊണ്ടുപോയ അതിഥിക്ക് കൊടുത്ത സൽക്കാരമുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാന് ഇന്ന് നീയും നിന്റെ ഭാര്യയും മരണപ്പെട്ടാലും നിങ്ങൾക്ക് തരാൻ വേണ്ടി സ്വർഗത്തിന് വിഭവം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന് വാക്ക് പറഞ്ഞപ്പോ ആ പള്ളിക്കകത്തിരുന്ന് ഇറങ്ങി വരച്ച ഓട്ടമായിരുന്നു. എവിടേക്കെന്നറിയോ? തന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യയുടെ മുമ്പിലേക്കാണ്, തന്റെ ജീവനായ സഹധർമ്മിണിയുടെ മുമ്പിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാ. പട്ടിണി കിടന്ന് പൊട്ടിക്കരയുന്ന മക്കളെ വാരിയെടുത്തിട്ട് പറയുന്ന മക്കളെ, വാപ്പച്ചിക്കും മക്കൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ക്വാളിഫിക്കേഷനും നമുക്കുണ്ടോ പ്രിയപ്പെട്ടവര്? പൊന്നുമോളെ കല്യാണം 100 പവനിട്ട് നടത്തിയിട്ട് ചെമ്പകണക്കിന് ബിരിയാണി മണ്ണിനടിയിൽ കുടിച്ചു മൂടുന്ന സമ്പന്ന വർഗത്തിന്റെ ആഡംബരം കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യോഗ്യതയുണ്ടോ ക്വാളിറ്റിയുണ്ടോ ചിന്തിക്കുക നിങ്ങള്. അല്ലാഹു ദുനിയാവിലെ ഭക്ഷണം തേനാണെങ്കിൽ, അത് ഈച്ച ശർദ്ദിച്ചതാണെങ്കിൽ, അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ. അല്ലാഹുവേ, മനോഹരമാണ്, രസമാണ്. വിളക്കെണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിലറിയണ്ട. ഒന്നും അറിയാറ് ആഗ്രഹിക്കുന്നതൊക്കെ നിന്റെ മുമ്പിലേക്ക് കിട്ടുകയാണ്. അതിലൊന്നാണ് സ്വർഗത്തിലെ ഭക്ഷണം. അല്ലാഹു ഇത് കഴിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു ആ സൗഭാഗ്യം നേടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. 2 മശ്റൂബ്, സ്വർഗത്തിലെ ആ പാനീയവും നമ്മളോട് ഇന്ന് ആഗ്രഹിക്കണ്ടേ? സ്വർഗത്തിലെ പാനീയം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വനദാ സുഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. സ്വർഗത്തിൽ കിടന്ന് സുഖിക്കുന്നവരെ നോക്കിയിട്ട് നരകത്തിൽ കിടന്ന് കത്തിക്കരിയുന്നവരെ പറയുകയാണ്, അന്നഫീലു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. തൊണ്ട വെന്തുപോവുകയാണ്, ശരീരം വെന്തുപോവുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചപ്പോ മിണ്ടാതിവിടെ കിടന്നുകൊള്ളണമെന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. ജബാനിയത്തിന്റെ മലക്കുകളെ കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന വന്ന് ചങ്ങലക്കെട്ട് വലിച്ചെടുത്ത് നിങ്ങളിവിടെ എറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വർഗത്തിൽ കിടക്കുന്നവരെ ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് തരുമോ? ഇല്ലെങ്കിൽ അല്ലാഹു തന്ന എന്തെങ്കിലും അത് ഞങ്ങൾക്കൊന്ന് തരുമോ? സ്വർഗത്തിന്റെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിക്കുകയാണ് നരകത്തിൽ കിടക്കുന്നവര്. ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവര് പറയുന്നവരെന്താ? ഭാഗ്യപ്പെട്ട് മറുപടി കൊടുക്കാതെ പോയവരെ ദുനിയാവിൽ കിട്ടുന്നതൊക്കെ നിന്റെ കഴിവ് കൊണ്ടാണെന്ന് വെച്ചിട്ട് ആർക്കും കൊടുക്കാതെ നീയും നിന്റെ ഭാര്യയും കൂടി വാരി കൂട്ടി വെച്ചിരുന്നില്ലേ? അതുകൊണ്ട് അനുഭവിച്ചോ. ഇത് നിനക്ക് തരാൻ പറ്റില്ല, ഇത് നിനക്ക് തരാൻ
സ്വർഗത്തിൽ കിടക്കുന്നവര് നരകത്തിൽ കിടക്കുന്നവരോട് പറയുകയാണ്, അല്ലാഹുവേ അതിൽപ്പെട്ടതാണ് മനോഹരമായ ഒരു വെള്ളം. يوم نشر كتابي يا سيدي خير النبي. എന്തിനാണ് ഇന്നത്തെ നിങ്ങളോട് നല്ല ശബ്ദത്തിന് സലാത്തെല്ലാം പറയുന്നത്? എന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോ അതിരറ്റ് ആവേശത്തോടുകൂടി പറയുന്നത് എന്തിനാ? ആവേശമെങ്കിലും ഇഷ്ടായി മനസ്സിലാകയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടട്ടെ എന്ന് കുറിച്ചിട്ടാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ആ ഹൗദുൽ കൗസർ നുകരാനുള്ള ഭാഗ്യം നിനക്ക് തരണേ അല്ലാഹ്. ഇന്നാർക്കാണ് ഹൗദുൽ കൗസർ വേണ്ടത്? ഇന്നാർക്കാണ് മദീന വേണ്ടത്? ഇന്നാർക്കാണ് മസ്ജിദുൽ നബവി വേണ്ടത്? വിവരവും ബോധമൊക്കെ കൂടിപ്പോയപ്പോ സർവ്വതും നഷ്ടപ്പെട്ടു പോയില്ലേ നിങ്ങൾക്ക്? ചില ആളുകൾ പറയുന്നു മക്കത്ത് നമസ്കരിച്ചാൽ 1,00,000 ഒരു റക്അത്തിന് 1,00,000ത്തിന്റെ കൂലി, മദീനത്ത് നമസ്കരിച്ചാൽ ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലിയുള്ളൂ. എത്ര രാപകല് വ്യത്യാസമല്ലേ? അപ്പോ മദീനയും മക്കയായിട്ട് എത്ര വിദൂരമാണ്. അള്ളാഹു അവന്റെ റസൂലുമായിട്ട് പദവിയിൽ ചേരുന്നില്ലല്ലോ. അള്ളാഹിന്റെ റസൂലിന്റെ പള്ളി നിസ്കാരത്തിന് ഇത്ര ശ്രേഷ്ഠത പറയാൻ കാരണം എന്തേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? അതുകൊണ്ട് ചില പുത്തനാശയക്കാരൊക്കെ പറയും മക്കയാണ് പെർഫെക്റ്റ്. ഇപ്പൊ ചെറുപ്പക്കാർ പറയുന്നത് പോലെ മക്കയാണെന്ത് പവർഫുൾ. ഇപ്പൊ പവർഫുൾ സിമ്പിളുമാണ്. ഒരു കുഞ്ഞു മദ്രസയിൽ ഉസ്താദിനോട് പറഞ്ഞു അത്രേ, വാപ്പ വളരെ സിമ്പിളാണ്, ഉമ്മ പവർഫുള്ളാണ്. ഈ രണ്ട് വാക്കിൽ ഇപ്പൊ ലോകം പോവാണ്. അതേ സിനിമയും സീരിയലും ന്യൂ ജനറേഷനും നിങ്ങളോട് എന്ത് പറയുന്നു? വന്നേക്കോ എന്റെ പ്രിയമുള്ളവരെ, തശ്രീ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പെണ്ണിന്റെ ശരീരം ഇടിച്ചു തെറിപ്പിച്ചത് കല്ലുകുടിച്ചത് പാടില്ലാത്ത 20 ചെറുപ്പക്കാരാണ്. 4 പേര് പോലും കയറിയാൽ ഇരിക്കാൻ പറ്റാത്ത ജീപ്പിന്റെ അകത്ത് 20 ചെറുപ്പക്കാർ കയറിയിട്ട് ബോധമില്ലാതെ ക്യാമ്പസിന്റെ അകത്ത് ഓണാഘോഷം നടത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കണം, അതിന്റെ അകത്ത് മുസ്ലിങ്ങളുണ്ടല്ലോ. വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ്, ആ ബോധമൊന്നുമില്ല, ഒരു ചിന്തയുമില്ല. ആ പ്രിയപ്പെട്ട ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന ആ പ്രിയപ്പെട്ട പെങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുമ്പോ ഹോസ്പിറ്റലിനകത്ത് ഐസിയുവിൽ കിടക്കുമ്പോ 20 മക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുന്ന മതത്തിന്റെ ദൈവങ്ങളോട് പറഞ്ഞു അവളെ കൊന്നേക്കരുത് എന്ന്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം അതിലൂടെ ഒരു പാഠം ആ സമൂഹത്തെ പഠിപ്പിക്കലായിരുന്നു. എവിടെ പഠിക്കാൻ? കഴിഞ്ഞ വർഷം അതുപോലെ ഒരെണ്ണം പഠിച്ചു, എന്നിട്ട് പഠിച്ചോ? ഇതിങ്ങനെ തന്നെയാ, നമ്മളിതൊന്നും പഠിക്കത്തില്ല. ഇതൊന്നും അങ്ങനെ ഒരു വലിയ വിഷയമാവുകയുമില്ല. അതൊക്കെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവും. എത്ര കുട്ടികൾ, എത്ര കുടുംബങ്ങൾ, എത്ര ജീവിതങ്ങൾ ഇതുപോലെ തേജോവധം ചെയ്യപ്പെട്ടു പോയി. അതൊന്നും ലോകത്തിന് ആർക്കും പറയാനും പിന്നെ കൊണ്ടു നടക്കാനും സങ്കടപ്പെടാനും കരയാനൊന്നുമില്ല. ഒരു ദിവസം പത്രത്തിൽ വരും, കുറച്ച് ആളുകൾ പോയി അനുശോചനം അറിയിക്കും, അതോടുകൂടി കഴിഞ്ഞു. വീണ്ടും പഴയതുപോലെ ആഘോഷവും ആർഭാടവും ആഭാസവും ഒക്കെ അവിടെ നടക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിക്ക് വിലയില്ല എന്ന് പറയുന്നവരെ, മക്കത്ത് പോയി നമസ്കരിക്കുന്ന ഒരു റക്അത്തിന് 1,00,000ത്തിന്റെ പ്രതിഫലം നിനക്ക് കിട്ടണമോ? നിന്റെ കൽബിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സീൽ വേണം. വെറുതെ അങ്ങ് പോയി താടി കൊണ്ട് ഹറമിലങ്ങോട്ട് തേച്ചാ കിട്ടൂല. മക്കത്ത് പോയി ഒരു റക്അത്ത് നിസ്കരിച്ച് 1,00,000 വാങ്ങണമെങ്കിലേ മദീനയിൽ ആരംഭ റസൂലിന്റെ സീൽ നിന്റെ കൽബിന്റെ അകത്ത് പതിയണം. അതിന് കൂടുതൽ ദിവസം മദീനത്ത് തങ്ങണം. നാഗൂർ പോയപ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം കുറെ മദ്ഹുകൾ പാടി. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പാടിയത്, എങ്കൾ നബികൾ ഇരിക്കും വീട്ടിൽ വിളക്കേ തേവയില്ലേ, വിളക്കേ തേവയില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന വീട്ടിൽ എന്തിനാണ് വിളക്ക്? ആരംഭ റസൂല് പുഞ്ചിരിച്ചാലെന്ന് സൂര്യനുദിക്കൂല. ഞാനെന്തിന് വരണം എന്റെ മുത്ത് റസൂല് ചിരിച്ചല്ലോ. ഇനി ദുനിയാവിന്റെ പ്രകാശത്തിനത് മതിയല്ലോ. എന്റെ ലോകമേ പഠിക്കണം നിങ്ങൾ. എന്ന മഹാന്മാര് പാടിയതെന്തിനാ? മദീനത്തിൽ ഒരുപാട് താമസിക്കണമെന്ന് പറഞ്ഞതെന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടാനാ. ആ മനോഹരമായ പാനീയം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ്. പാണക്കാട് മുഹമ്മദ് ശിഹാബരങ്ങൾ ഞങ്ങളുടെ ഹൃദയം തുറന്നു നോക്കിയാൽ ഇതിന്റെ കത്ത് വെച്ചിട്ടുണ്ട് പടച്ചവനെ. ഞങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലാഹ്, ഏത് കുടുംബത്തിൽ പിറന്നവരാണെങ്കിലും അല്ലാഹ്,
ഭാഗത്താണല്ല. അതുകൊണ്ട് ആ ഒരു മഹബത്ത് കൊണ്ട് റസൂലിന്റെ ഹൗദിന്റെ ഒരു ഭാഗം പടച്ചവനെ സാധുക്കളായ ഞങ്ങൾക്ക് തരണയല്ല, ഞങ്ങൾക്ക് തരണയല്ല. പിന്നെ ദുനിയാവിൽ നിന്നുകൊണ്ട് പരലോകത്തല്ലാഹു വിളമ്പുന്നത് മോഹിക്കാറുള്ളത് മറ്റൊന്ന് മശമവുമാണ്, സുഗന്ധം. അല്ലാഹുവേ, റബ്ബിഷ്ടപ്പെട്ടവര് മരണപ്പെട്ടാൽ അവിടെ അത്ര പുരട്ടാതെ സുഗന്ധമല്ലാഹു തരുന്നതാണ്, അത്ര പുരട്ടാത്ത സുഗന്ധമല്ലാഹു തരുന്നതാ. അല്ലാഹു റബ്ബിൽ ഇഷ്ടപ്പെട്ടവര് മരണപ്പെട്ടു പോയാൽ അത്ര പുരട്ടാത്ത സുഗന്ധമല്ലാഹു തരുന്നതാണ്. അമ്പങ്ങൊന്ന് വീരാനവലിയെ കുറിച്ച് മണ്ണാർക്കാടിന്റെ പരിസരത്തുള്ളവരോട് ഞാൻ പറഞ്ഞു തരണ്ടേ, ഭ്രാന്തനെന്ന് വിളിച്ചവരില്ലേ, കല്ലറിയാ പറഞ്ഞവരില്ലേ, തൂക്കി വിളിച്ചവരില്ലേ, കള്ള ശേഖാണെന്ന് പറഞ്ഞവരില്ലേ, ആ ബഹുമാനപ്പെട്ടവരും മരണപ്പെട്ടു പോയപ്പോ മയ്യത്ത് കുളിപ്പിച്ചവര് പറയട്ടെ, ആ മയ്യത്ത് കണ്ടവര് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുള്ളു സുഗന്ധമാ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാറ് വല്ലാത്ത പരിമളം പുറത്തേക്ക് പരപ്പാ ആ മഹാനുഭാവന് കഴിഞ്ഞില്ലേ. കിടന്ന വിരിപ്പിലിരുന്നുകൊണ്ട് കാർക്കിച്ചു തുപ്പുമായിരുന്നു ചുറ്റുവട്ടത്ത് ആര്? വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ അവിടെ ഇരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാർക്കിച്ചു തുപ്പുമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ചെരുപ്പൂർ സാർ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാർ തന്റെ മോളെ കൊണ്ടുവന്ന ആ മോളോട് പറഞ്ഞു, മോളെ ഉപ്പാപ്പാന്റെ കാലിന് തടവി കൊടുക്കണം. അങ്ങനെ ഉപ്പാപ്പാന്റെ കാല് തടവി കൊടുക്കുമ്പോ അല്ലാഹുവേ, പരമൂരില്ലാത്ത മൂത്രമൊഴിച്ചിരുന്ന ചെറിയൊരു കെട്ടി അവിടെ ചരിഞ്ഞു വീണപ്പോ, ആ ഒരു കുട്ടി അവിടെ ചരിഞ്ഞു വീണപ്പോ അതെടുത്തിട്ട് ആ 9 വയസ്സുള്ള പൊന്നുമോളെ ഉറച്ചു വൃത്തിയാക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാഹുവിന്റെ മോളത് ചെയ്യുകയാണല്ലോ. അന്ന് പരമൂരില്ലാത്ത ആ ബഹുമാനപ്പെട്ട ചെരുപ്പൂരി സാഹിനോട് പറഞ്ഞത്, നിന്റെ മോൾക്ക് വിവാഹത്തിന് പ്രായമാകുമ്പോ ഒരു പൈസ പോലും നിന്റെ കൈകൊണ്ട് ചെലവഴിക്കേണ്ടി വരൂല. സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട ഉസ്താദ് ജീവിച്ചിരിക്കുകയാണ്. എവിടെ നിന്നറിയില്ല ഉസ്താദേ, എന്റെ പൊന്നുമോളെ നിക്കാഹിന് ഒരു നാണയപ്പെട്ടി എന്റെ കയ്യിൽ നിന്ന് എന്റെ മോളെ കെട്ടിക്കാൻ ചിലവാക്കേണ്ടി വന്നില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പരലോകം മനസ്സിലാക്കി ജീവിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവുകളാണ്, അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങന്മാര് സയ്യിദന്മാർക്ക് ആ രീതിയിലൂടെ ആഖിറത്തിന്റെ സുഗന്ധം നേടിയവരാണെങ്കിൽ നമ്മൾ മരിച്ചാൽ എത്ര സുഗന്ധത്തിന്റെ കുപ്പി പൊട്ടിച്ചൊഴിച്ചാൽ ദുർഗന്ധം പുറത്തേക്ക് വരുന്ന പ്രവർത്തനങ്ങളല്ലേ നമ്മൾ കാഴ്ചവെക്കുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ നിന്റെ സുഗന്ധം ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആദർശത്തിന്റെ സുഗന്ധം ഞങ്ങൾക്ക് തരണേ അല്ലാ. പിന്നെയോ ദുനിയാവിൽ നിന്ന് മനുഷ്യനെ മോഹിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന മനോഹരമായ വസ്ത്രം. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന, സ്വർഗത്തിൽ കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന കർച്ചീഫുണ്ടല്ലോ, ആ കർച്ചീഫിന് ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രത്തെക്കാൾ 10 മടങ്ങിരട്ടി വിലയുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, ഏത് ഓണത്തിന്റെ ഓഫറും ഏത് ടെക്സ്റ്റൈൽസിൽ പോയി തുണിയെടുത്താലും അതിനേക്കാളും വിലപിടിപ്പുള്ള ചെറിയൊരു തുണിക്കഷണം നിന്റെ കയ്യിൽ വെക്കാൻ തരുന്നത് സ്വർഗത്തില് അത്രത്തോളം മനോഹരമാണല്ല അന്ന് സ്വർഗം. അതൊക്കെ നമുക്ക് കിട്ടുമോ പെങ്ങളെ? അതൊക്കെ നമുക്ക് കിട്ടുമോ സഹോദരങ്ങളെ? ഒരിക്കുമ്പോൾ അത് കിട്ടാനുള്ള അമൽ ദുനിയാവിൽ നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലിയാന് നിങ്ങൾ പറയുകയാണ്, അടുത്ത സ്വർഗത്തിൽ ദുനിയാവിലുള്ളത് പോലെ തന്നെ വാഹനമുണ്ട്. അവിടെയും വാഹനം കുതിര തന്നെയാണ്. ആ കുതിരയെ കുറിച്ച് മുത്തറസൂല് പറയുന്ന കാനലക ഫിഹാ ഫർസുൻ യാഖൂത്ത്, മരതകത്തെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കുതിര അല്ലാഹു സ്വർഗത്തിൽ തരുന്നതാണ്. മരതകം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കുതിരയെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ തരുന്നതാണ്. ലഹാ ജനാഹാൻ, ആ കുതിരയ്ക്ക് 2 ചിറകുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ കുതിരയ്ക്ക് 2 ചിറകുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യതീറുദിക ഹൈസു ശിഅത, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെയും കൊണ്ട് ആ കുതിര പറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് തലവസാറെന്ന് എഴുതിയപ്പോ പറഞ്ഞത്, പറക്കും ശരീരതി ഉണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി വായുമേ പറയണ്ട. പറക്കുന്ന വാഹനമാണ് പെങ്ങളെ. അല്ലാഹു
നിനക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓരേ സഹോദരങ്ങളെ, ഓരേ പ്രിയപ്പെട്ടവര്, പക്ഷേ നമ്മളതിനു വേണ്ടി എന്ത് ഹിദ്മത്താണ് ലോകത്ത് ചെയ്യുന്നത്? നമ്മളതിനു വേണ്ടി എന്ത് ഹിദ്മത്താണ് ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്നത്? ആ ഹിദ്മത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ, ആ അമലിലൂടെയാണ് സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരാൻ വേണ്ടി ഓരോന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിയോട് പറയുകയാണ്, വഅന്തകൂന ഖിദ്മത്തുക ലിമൗലാ ലിഖദിൽ ഹാദതിക ഇലൈഹി. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വാങ്ങാനുണ്ടോ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വാങ്ങാനുണ്ടോ അതനുസരിച്ച് അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണം. അല്ലാഹുവിൽ നിന്ന് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? രോഗം മാറാനാണോ? അതിന്റെ ഖിദ്മത്ത് നിങ്ങൾ ചെയ്യണം. ക്യാൻസർ എന്ന രോഗം മാറാനാണോ? അതിന്റെ ഖിദ്മത്ത് ദുനിയാവിൽ നിങ്ങൾ പടച്ചവന് ചെയ്യണം. നിങ്ങൾക്ക് ആഖിറത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ? അല്ലാഹുവേ, എന്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണം. അതിന് നിങ്ങൾ ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. വെറുതെ എന്ന് ചോദിക്കുന്ന ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ്. അല്ലാഹു നിങ്ങൾക്ക് നടത്തിത്തരാനുള്ളതിന് പകരം നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണം. ബദർ യുദ്ധം വിജയിക്കുമെന്ന് അല്ലാഹു ഉറപ്പ് കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നാളെ നേരം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മാലാഖമാർ ഇറങ്ങിയിട്ട് ബദർ വിജയിക്കുമെന്ന് തലേ ദിവസമാണ് അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് നബി തങ്ങൾ അത് കേട്ട് സന്തോഷത്തോടെ വീട്ടിനകത്തിരുന്നില്ല. ഉത്തറസൂല് സുജൂദിൽ കിടന്ന് കരയാൻ തുടങ്ങി. അതാണ് ഖിദ്മത്തുക ലിമൗലാ. അല്ലാഹു ചെയ്യുന്നതിന് പകരം തിരിച്ചങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യണം. നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ ഹദീസിൽ കാണാം. അലം യജഅൽ ലക സമഅൻ വബസറ. അല്ലാഹു ചോദിക്കുന്നു, അലം ജഅല ലക സമഅൻ വബസറ അജ്അൽ ലക സമഅൻ വബസറ. നിനക്ക് ഞാൻ കാഴ്ചയും കേൾവിയും ഒക്കെ തന്നില്ലേ? നിനക്ക് ഞാൻ വീടും മക്കളും കുടുംബവും ഒക്കെ തന്നില്ലേ? എന്നിട്ട് നീ എന്നെ മറന്നുപോയല്ലോ. അല്ലാഹു നാളെ ചോദിക്കും ചെറുപ്പക്കാരാ, അല്ലാഹു നാളെ ചോദിക്കും ചെറുപ്പക്കാരാ, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെങ്ങളെ, വെള്ളസാരി കൊടുത്തുകൊണ്ട് ക്യാമ്പസിന്റെ അകത്ത് പോയി കാറുവിന്റെ കൂടെ കറങ്ങാൻ മനസ്സ് വെച്ച പെങ്ങളെ, അല്ലാഹു ചോദിക്കുമ്പോളെ നിനക്ക് ഞാൻ കണ്ണും കാലും കുടുംബവും ജീവിതവും സൗഭാഗ്യവും ഒക്കെ തന്നില്ലേ? ചെറുപ്പക്കാരാ, നിന്നോട് ചോദിക്കുന്നതാ. കേവലം ഒരു സിനിമയിൽ ആ സിനിമയുടെ വരച്ചു വെച്ച കോപ്രായങ്ങള് സ്വന്തം മുഖത്തേക്ക് ഉളുപ്പില്ലാതെ കൊണ്ടുവന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ചോദിക്കുമോനെ, നിനക്ക് സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ഞാൻ തന്നില്ലേ? എന്നിട്ട് നീ എന്നെ മറന്നില്ലേ? പള്ളിമിനാരത്തിലൂടെ വാങ്ങി വിളിക്കുമ്പോ ആ പള്ളിയുടെ മുമ്പേ ക്യാരം ബോർഡ് വെച്ച് ഞെട്ടിക്കളിച്ചുകൊണ്ടിരുന്നില്ലേ? പള്ളിമിനാരത്തിലൂടെ വാങ്ങി വിളിക്കുമ്പോ വടംവലി മത്സരത്തിനും ഒരിയടി മത്സരത്തിനും ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ചേർന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറന്ന് ദുനിയാവിന്റെ രസക്കൂട്ടുകളുടെ തുള്ളി ചാടിയില്ലേ? ദുനിയാവിന്റെ ഭംഗി കണ്ടിട്ട് ആഡംബരത്തോടെ ജീവിച്ചില്ലേ? അല്ലാഹു ചോദിക്കും, മോനെ, അതുകൊണ്ട് പടച്ചതമ്പുരാനാണ് പരലോകത്ത് പറയുമത്രേ, അലിയോമ അൻസാക കമാ നസീതനീ. നീ എന്നെ അവിടെ അന്ന് മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മറക്കല്ലേ വിടച്ചത്. നാളെ പരലോകത്ത് ഒന്നുമില്ലാതെ പൊട്ടിത്തകർന്നുകൊണ്ട് ഞങ്ങൾ വന്ന് നിൽക്കുന്നു. ഞങ്ങളെ മറന്നോന്ന് നീ പറയല്ലേ അല്ലാ, ഞങ്ങളെ മറന്നോന്ന് നീ പറയല്ലേ അല്ലാ. ഞങ്ങൾ നിന്നെ മറന്നിട്ടില്ല റബ്ബേ, ഞങ്ങൾ നിന്നെ മറന്നിട്ടില്ല അല്ലാ. ഞങ്ങൾക്ക് ആരോഗ്യം തന്നെ അല്ലോ, ആഫിയത്ത് തന്നെ അല്ലോ, സൗഭാഗ്യം തന്നെ അല്ലോ, സമ്പത്ത് തന്നെ അല്ലോ, മക്കളെ തന്നെ അല്ലോ, കുടുംബത്തെ തന്നെ അല്ലോ. ഞങ്ങൾ മറന്നിട്ടില്ല റബ്ബേ, ഞങ്ങൾ മറന്നിട്ടില്ല അല്ലോ. ഒരിക്കലും ഞങ്ങൾ നിന്നെ മറക്കൂല അല്ലോ. നിന്റെ പരിശുദ്ധ കലാമായ ഖുർആനുണ്ടല്ലോ, ലോകം അത്ഭുതപ്പെട്ടു പോലെ ഖുർആൻ, ആകാശം അത്ഭുതപ്പെട്ടു പോലെ ഖുർആൻ. ഇന്നുവരെ അതിന്റെ അകത്ത് പറഞ്ഞ ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന അത്ഭുത ഗ്രന്ഥമായ നിന്റെ സംഭാഷണം നിറഞ്ഞിരിക്കുന്ന ഖുർആൻ, നിന്റെ കലാമായ ഖുർആൻ. ഖുർആനിന്റെ പഠനാർത്ഥമായിട്ടാണ് അല്ലാഹുവേ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
ഞങ്ങളുടെ നമ്പുരാനെ, ആ ഖുർആനിലൂടെ ഒരു വലിയ ചരിത്രം ഇവിടെ കരിങ്കല്ലാണ് രചിക്കാനാണ് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതല്ല. അത് നിനക്ക് വേണ്ട എളിയ ഹിദ്മത്തായി നീ സ്വീകരിക്കണേ അല്ലാ. അത് നിനക്ക് വേണ്ടിയുള്ള എളിയ ഹിദ്മത്തായി സ്വീകരിക്കണേ അല്ലാ. എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയട്ടെ, ഇന്ന് 12:30 മണിക്ക് ദുആ ചെയ്ത് അൽഹംദുലില്ലാ നമുക്ക് പിരിയ. അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ വിറക്കല്ലേ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് നാളെയുടെ ഖുർആൻ പഠിപ്പിച്ചു തുടങ്ങിയാൽ ഇനി സംസാര സലീമിന് ഇസ്മിന് പഠിക്കുന്ന മക്കളെ പട്ടിണി കിടക്കാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയില്ല. ആലിപ്പറമ്പ് ഉസ്താദിന് ശാരീരികമായ അസ്വസ്ഥതകൾ മറന്ന് മണ്ണാർക്കാടിന്റെ മലബാറിന്റെ തീരത്ത് വീട് വീടാതെ കയറിയിറങ്ങിയിട്ട് മക്കളെ നിങ്ങൾ തുടങ്ങി വെച്ച കോളേജിൽ ഖുർആൻ എന്ന മക്കളെ പട്ടിണിയാണെന്ന് പറയാൻ കഴിയില്ല ഉമ്മ, പറയാൻ കഴിയില്ല ഉപ്പ. അതുകൊണ്ട് 5 മിനിറ്റ് അല്ലാഹുവിന്റെ ഖിദ്മത്തായിട്ട് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കണേ. പടച്ചുതമ്പുരാ തന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി കണ്ണ് തന്ന കാത് തന്ന അല്ലാ, ആരോഗ്യവും ആഫിയത്തും തന്ന അല്ലാ, സമ്പത്തും സൗഭാഗ്യവും തന്ന അല്ലാ, വീടും കുടുംബവും തന്ന അല്ലാ, ഭാര്യയും മകളെയും തന്ന അല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. നാളെ പരലോകത്ത് നിന്നെയും ഞാൻ മറക്കുന്നു എന്ന് പറയാതിരിക്കാം. ഞങ്ങളിതാ ഇവിടെ ബോധമുള്ളവരാകുന്നു റബ്ബേ, ഇവിടെ ബോധമുള്ളവരാകുന്നു റബ്ബേ. അൽഹംദുലില്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് വേറൊന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ഒരു കുട്ടി ഹാഫിലാകാൻ 3 വർഷമാണ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ ഹാഫിലാക്കി തരണേ അല്ലാ. ഉണ്ടാക്കാനൊരു പ്രയാസമാണ്. ആരുടെയും കൽബൊന്ന് പിടയ്ക്കുന്ന നമ്മളെ മക്കളെ കൊണ്ട് സ്ഥാപനത്തിലാക്കി മടങ്ങി വന്നാൽ 6 വയസ്സ് 7 വയസ്സുള്ള പൊന്നുമോനെ ഇസ്മിന് പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് കരയാതെ ഒരു ഉമ്മാക്ക് പോകാൻ പറ്റുമോ? വീട്ടിൽ ചെന്ന് രാത്രി കിടക്കുമ്പോ ഉമ്മ പൊട്ടിക്കരന്നുകൊണ്ട് ഭർത്താവിനോട് പറയും നിക്കാ നമുക്ക് മോനെ ആഫിലാക്കന്റെ പോയി വിളിച്ചുകൊണ്ടുവരാം. എന്റെ പൊന്നുമോനത്തേക്ക് പരിചയമില്ലാത്ത മക്കളോടൊത്ത് ചേർന്നുകൊണ്ട് എങ്ങനെയാണ് അവന് പഠിക്കുക, എങ്ങനെയാണ് അവന് കുളിക്കുക, എങ്ങനെയാണ് അവന് ഭക്ഷണം കഴിക്കുക, ഒന്ന് വേഗം വേണമെന്ന് പറഞ്ഞിരിക്കാനെ പറഞ്ഞു വിടുന്ന ഒരു വ്യഗ്രതയാണ്. കാരണം ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമത്ര വലുതാണ്. അങ്ങനെ ആ ബന്ധം മറന്ന ഉമ്മ എന്തിനാണ് ആ ത്യാഗം നമ്മൾ ചെയ്യുന്നത്? അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ 6000-ലധികമായ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ, നീ പ്രസവിച്ച കുഞ്ഞിന്റെ, നിന്റെ ചോരയായ കുഞ്ഞിന്റെ കൽവിന്റെ കത്ത് പഠിച്ചു വെക്കാനാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 3 വർഷമാണ് മിനിമം അതിന്റെ കണക്ക്. 3 വർഷമാണ്. 1 വർഷം 10 ജുസു പൂർത്തിയായി പഠിക്കുന്ന മക്കള് 3 വർഷമാകുമ്പോ അള്ളാന്റെ ഖുർആൻ പഠിക്കുകയാണ്. ഞാൻ ഇന്നലെ ശംസാദിനോട് അതിന്റെ ഒരു കണക്കെടുക്കാൻ പറഞ്ഞിരുന്നു. ഉസ്താദേ, ഒരു 3 വർഷം ഒരു കുട്ടി പഠിച്ച് ഹാഫിലാകുന്നതിന് ഒരു കുട്ടിക്ക് അതിന്റെ ചെറിയ ചെറിയ ചിലവുകൾ, പ്രധാനപ്പെട്ട ചിലവുകൾ, ബാക്കിയൊക്കെ ബിൽഡിങ്ങിന്റെ സ്ഥാപനമുണ്ട് അൽഹംദുലില്ലാഹ് റാഹത്താണ്. ആ കുഞ്ഞിന്റെ പ്രധാനപ്പെട്ട ചിലവൊന്ന് നടന്നു പോകാൻ 3 വർഷത്തേക്ക് 1 ലക്ഷം രൂപ. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഒരു കുട്ടിയെ ഹാഫിലാക്കാൻ 1 ലക്ഷം രൂപ, ഒരു കുട്ടിയെ ഹാഫിലാക്കിയെടുക്കാൻ 1 ലക്ഷം രൂപ. മറിച്ചവനെ നമ്മളെത്ര പണം സമ്പാദിച്ചവരാണ്, നമ്മളെത്ര സ്വത്തുണ്ടാക്കിയവരാണ്, എത്ര ലക്ഷം ഇതുവരെ നമുക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നുപോയി. നിങ്ങൾ ഇന്നലെ വരെ ചെലവഴിച്ചതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അല്ലാഹുവിന്റെ ഹിദ്മത്ത് ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി ചെയ്യലാണ്. ആ ഖുർആൻ അമേരിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഒരു ഹർഫ് കൊണ്ടാണ് ഖൽബിന്റെ അകത്ത് പതിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ രസക്കൂട്ടിന്റെ കഥകൾ എഴുതി കേരളത്തെ ഇക്കിളിപ്പെടുത്തുന്ന സാഹിത്യം കൊണ്ട് അത്ഭുതപ്പെടുത്തിപ്പോയ മാധവിക്കുട്ടി ഇന്ന് കിടന്നിറങ്ങുന്നത് കമലാസുരയ്യ എന്ന മനോഹരമായ പേരിൽ പാളയം പള്ളിയുടെ മുറ്റത്താണ്. പാളയം പള്ളിയുടെ മുറ്റത്താണ്. ഇല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയെ വീട്ടിന്റെ അകത്ത് കൊണ്ടുപോയി വിറക് നിരത്തിയിട്ട് കത്തിച്ചു കളയുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ മാധവിക്കുട്ടി കമലാസുരയ്യായി അവരുടെ അകത്ത് സന്തോഷത്തോടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ആ ഖുർആൻ വീട്ടിന്റെ അകത്ത് ഷോക്കേസ്
വീട്ടിനകത്ത് വെച്ചിരിക്കാനുള്ളതല്ല. അല്ലാഹുവേ, നിന്റെ ഖുർആനിന് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. നീ തന്നതിന് നന്ദിയായി, നീ തരുന്നതിന് നന്ദിയായി, നീ തരാൻ പോകുന്നതിന് നന്ദിയായി, നിങ്ങൾ ചോദിക്കാൻ പോകുന്നതിന്റെ ബാധ്യതയായി. അല്ലാഹുവേ, നീ ഏറ്റെടുക്കണേ അല്ല, നീ ഏറ്റെടുക്കണേ അല്ല, നീ ഏറ്റെടുക്കണേ അല്ല. ഇവിടെ വന്ന പാവപ്പെട്ടവർ, ഓട്ടോ ഓടിക്കുന്നവർ, മത്സ്യക്കച്ചവടക്കാർ, സാധുക്കൾ, പട്ടിണിപ്പാവങ്ങൾ, കടം കൊണ്ട് വരയുന്നവർ, അവർക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല അല്ലാ. പക്ഷേ എത്ര ഗൾഫുകാർ സഹായിച്ചാലും സഹകരിച്ചാലും നാട്ടുകാരുടെ കൈത്താങ്ങുള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്നിവിടെ തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാഹ്. കുഞ്ഞു മക്കളുടെ കൽബിലേക്ക് നിന്റെ പരിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കാൻ എല്ലാം മറന്ന് ഞങ്ങളിതാ രംഗത്ത് വരികയാണ്. ഞങ്ങളുടെ മക്കൾ പോലും ഞങ്ങളെ കബറ് മറക്കുന്ന ലോകം വരുമെന്ന് ഞങ്ങൾക്കറിയാം. വാപ്പ അടക്കിയിരിക്കുന്നത് എവിടെയെന്നറിയാത്ത മക്കൾ വരാൻ പോകുന്നു. ഉമ്മ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്നറിയാത്ത മക്കൾ വരാൻ പോകുന്നു. അവിടെയാണ് റബ്ബേ ഒരിക്കലും മറക്കാത്ത ഖുർആന് വേണ്ടി ഞങ്ങൾ ഹിദ്മത്ത് ചെയ്യുന്നത്, ഒരിക്കലും മറക്കാത്ത ഖുർആന് വേണ്ടി ഞങ്ങൾ ഹിദ്മത്ത് ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ നാട്ടിലെ ആറ്റിങ്ങളിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഫത്താഹ് ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ഇത് പഠിക്കാൻ കൊണ്ടാക്കിയപ്പോ പകുതി പഠിച്ചു തീർന്നപ്പോൾ കേവലം 7 ദിവസത്തെ പനി പിടിച്ചുകൊണ്ടവന്റെ ഉമ്മ മരണപ്പെടുകയാണ്. ഉമ്മാടെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അവധി കോളേജിൽ നിന്ന് പൊന്നുമോനെ കാണാൻ കൊണ്ടുവരികയാണ്. പകുതി ഖുർആൻ മനഃപാഠമാക്കിയ പൊന്നുമോൻ വന്നിട്ട് ഉമ്മശ്രീയുടെ മയ്യത്തിനോട് പറന്ന് കണ്ടെന്നറിയോ എന്റെ മതകാരന്റെ സഹോദരങ്ങളെ, ഉമ്മാന്ന് വിളിച്ച് കുരുവീരാത്ത എന്നെ കൊണ്ടുപോയി ചെറിയ പ്രായത്തിൽ കോളേജിലാക്കിയത് ഉമ്മാക്ക് സ്വർഗത്തിന്റെ കിരീടം വെച്ച് തരാനല്ലേ, ഉമ്മാക്ക് സ്വർഗത്തിന്റെ കിരീടം വെച്ച് തരാനല്ലേ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉമ്മാടെ മയ്യത്ത് വിളിപ്പിക്കുമ്പോ, ഉമ്മായ സംഭവത്തിലെടുത്ത് വെക്കുമ്പോ, ഉമ്മായ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് കബറിന്റെ പോകാറ് എന്റെ ഉമ്മായ എന്നിട്ടില്ല റബ്ബ് കൊണ്ടുപോയല്ലോ. അതുകൊണ്ട് ഉമ്മ ഏറ്റവും അധികം ആഗ്രഹിച്ച ആപ്പിളിന്റെ പകുതിയെ ഞാനായിട്ടുള്ളൂ. പക്ഷേ പഠിച്ചത് വിടുന്നത് ഞാൻ ഓരോ കടലാസുകളായി എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യുകയാണ്. ഇത് ഞാൻ പഠിക്കാൻ പോകുന്ന ബാക്കി ജിസുവിന്റെ ഓരോ ഹർക്കത്തുകൾ എത്ര തവണ ഞാൻ മനഃപ്പാഠമാക്കാൻ ഓടുന്നു, അത്രയും പ്രാവശ്യം എന്റെ ഉമ്മാക്ക് വേണ്ടി നിയത്ത് ചെയ്യുകയാണ്. ഭാഗ്യമുള്ള ഉമ്മ, ഭാഗ്യമുള്ള ഉമ്മ, ഭാഗ്യമുള്ള ഉമ്മ. കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം സമ്മാനം വേണമെന്ന് പറഞ്ഞ പ്രസവിച്ച മക്കളെ നിങ്ങൾക്കൊന്ന് പിടിച്ച് കലാലയത്തിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ഉമ്മ, എന്ത് പിന്നാക്കാണ് പെങ്ങളെ നിന്റെ കബറിന്റെ കത്ത് നിനക്ക് കിട്ടാനുള്ളത്. ആ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുന്ന നായ പോലും നിന്റെ കബറിലേക്ക് തിരിഞ്ഞു നോക്കൂല. അല്ലാഹുവേ കാക്കണേ റബ്ബേ, പടച്ചവനെ കാക്കണേ അല്ല. ഇതൊരു ചരിത്രമാക്കണേ അല്ല, ഇതൊരു സത്യസന്ധതയുടെ വയലാക്കണേ അല്ല, ഇത് കൽബ് തുറക്കുന്ന നസീഹത്താക്കണേ അല്ല, ഇത് മഹാന്മാരുടെ സാന്നിധ്യമുള്ള മജ്‌ലിസാക്കണേ അല്ല. സുൽത്താനുൽ ഹിന്ദ് ഭാഷ മുതൽ അമ്പലമണ്ണ മുതൽ വരവൂര് മുതൽ പൊട്ടച്ചിറ ബീവി ഉമ്മ മുതൽ എന്റെ ജന്മ കവ മക്കാമിന്റെ വാതിൽ വെട്ടിപ്പറഞ്ഞാൽ എന്റെ പ്രഭാരം തൊട്ടിവിടരുമ്പോ എനിക്ക് നടത്തിത്തന്ന എന്റെ പ്രിയപ്പെട്ട പൊട്ടച്ചിറ ബീവി ഉമ്മ ഉൾപ്പെടെ അല്ലാഹുവേ, ലോകത്തെ പ്രിയപ്പെട്ട ഔലിയാക്കളുടെ അർവാഹിന്റെ സാന്നിധ്യമുള്ള ഒരു പ്രകാശമുള്ള ദേവിയാക്കി ഈ ദേവിയെ നീ മാറ്റണേ അല്ലോ, നീ മാറ്റണേ അല്ലോ, നീ മാറ്റണേ അല്ലോ. ആവേശത്തോടെ പെട്ടെന്ന് എഴുന്നേൽക്കണം. 3 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ സ്ഥാപനത്തിന് കൊടുക്കാൻ ഏത് പൊരുളിലോനും കഴിയുന്നതാ, ഏത് പാവപ്പെട്ടവനും കഴിയുന്നതാ, ഏത് കൂലിവേലക്കാരനും കഴിയുന്നതാ, ഏത് പള്ളിപ്പാവത്തിനും കഴിയുന്നതാ. പക്ഷേ കൽബ് വേണം പ്രിയപ്പെട്ടവര്, കഴിയുമെന്ന് പറഞ്ഞാൽ പോരാ, കൽബ് വേണം പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ ഖുർആൻ പാണക്കാട് തങ്കമ്മാട് പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്യുമ്പോ എത്ര ശ്രേഷ്ഠതയാണ്. പാണക്കാട് നമ്മുടെ പുഞ്ചിരി നിനക്ക് അല്ലാതെ തരുമല്ലോ, ഉമറിത്തുങ്ങളുടെ കറാമത്തിന്റെ ഗുരുത്വം നിനക്ക് കിട്ടുമല്ലോ. 3 വർഷം കൊണ്ട് നീ കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി നിയത്ത് ചെയ്യാ. ആവേശത്തോടെ എഴുന്നേൽക്കുക. അല്ലാഹുവേ, പഠിച്ചവനെ ആരാണ് ഒന്നാമത്തെ ആള്? നീണ്ട 3 വർഷമാണ് കുനൂത്തക്ക് എഴുന്നിട്ട് നിൽക്കണം, ഇരിക്കരുത് നിന്നോ. അല്ലാഹുവേ, രണ്ടാമത്തെ ആളാരാ?
പടച്ചവനെ എഴുന്നേൽക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ല. ദുആ എഴുന്നേൽക്കുന്നവരിക്കാവൂ. രണ്ടാമത്തെ തവണ നിന്ന കുഴപ്പമില്ല. ഈ പറയുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. അവർക്ക് വേണ്ടി ദുആ കഴിഞ്ഞിട്ടവരിക്കാവൂ. അല്ലാഹുവേ രണ്ടാമത്തെ ആളിനേക്ക് സ്വീകരിക്കണേ അല്ല. മൂന്നാമത്തെ ആളിനേക്ക് റബ്ബേ നിന്റെ ഖുർആനിന്റെ മധുരമൊഴി അവർക്ക് കൊടുക്കണേ അല്ല. പടച്ചവനെ അവരെ സ്വീകരിക്കണേ അല്ല. ആരാണ് എഴുന്നേൽക്കുന്നത്, ആരാണ് കയ്യുയർത്തുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ല. അവരുടെ ജീവിതത്തിന്റെ നമ്പരങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലോ. പടച്ചവനെ കരിങ്കല്ലെത്താൻ ഈ സ്ഥാപനത്തിൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് മൂന്നാമത്തെ ആള്. നാലാമത്തെ ആൾ ആരാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ്. 3 വർഷത്തെ കാലാവധി കൊണ്ട് 3 വർഷത്തെ കാലാവധി കൊണ്ട് ഉസ്താദേ ഒരു കുഞ്ഞിനെ ആഫിലാക്കാൻ ഞാനുണ്ട് ഉസ്താദേ. എന്റെ മക്കൾ എന്നെ മറന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ എന്നെ മറക്കാതിരിക്കാൻ, എന്റെ കുടുംബം എന്നെ മറന്നാലും എന്റെ നാടെന്നെ മറന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ എന്നെ മറക്കാതിരിക്കാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റോ? ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റോ? 5 കുട്ടികളെ വരും. നിങ്ങളുടെ പേരെന്താണ്? PTV. പിന്നെ മുഹമ്മദ് അലി സാഹിബ്. അൽഹംദുലില്ലാഹ്. കുഞ്ഞാക്ക നിർബന്ധിക്കരുത്. ഇതങ്ങനെ നിർബന്ധിച്ച് വാങ്ങിക്കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. മനസ്സുകൊണ്ട് 3 വർഷം കൊണ്ട് എന്റെ ഭർത്താവ് അയക്കുന്ന പൈസയെ ഞാനൊന്ന് മിച്ചം പിടിച്ചാൽ അല്ലാഹുവേ ഖുർആനിനെ ഒരു കുട്ടി ആഫിലാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നു, കുഴപ്പമില്ല, ഇരുന്നു. ആ പേര് എഴുന്നേറ്റ് പറഞ്ഞവരെ പേര് അൽഹംദുലില്ലാഹ്. 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 പുറകിൽ മറ്റൊരാള് പടച്ചവനെ ആ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. യുവാക്കള് പറയട്ടെ, യുവാക്കളല്ലേ പറയാനുള്ളത്. RCCക്കകത്ത് ചെന്ന് നോക്കണം ചെറുപ്പക്കാരാ. ഉമ്മച്ചി വെള്ളം ഇങ്ങനെ നാവിലൂടെ ഇട്ട് വീഴ്ത്തുകയാണ്. നാവ് തുറന്ന് പറയുന്നുമ്മ എനിക്ക് വിശക്കുകയാണ്, ഭക്ഷണം കുടിച്ചൂടാ. ക്യാൻസർ ബാധിച്ച് തകർന്ന ശരീരവുമായി കിടക്കുന്ന 20-25 വയസ്സുള്ള ചെറുപ്പക്കാർ യുവാക്കളാണ് പറയാനുള്ളത്. യുവാക്കളാണ് പറയാനുള്ളത്. അല്ലാഹുവേ ഈ പറയുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ എഴുന്നേറ്റ പ്രിയപ്പെട്ട പൊന്നുമോന് അർശന്റെ തണല് കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അടുത്ത ചെറുപ്പക്കാരൻ കുലൂത്ത് കബീർ, അത് അടുത്ത ഒരു പ്രിയപ്പെട്ട സഹോദരൻ കുലൂത്ത് കബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടി 1 ലക്ഷം രൂപ കൊണ്ട് ഒരു പൊന്നുമോനെ ആഫിലാക്കോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഹൃദയത്തിലെടുത്തു വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഉസ്താദേ. ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. അല്ലാഹുവേ നല്ല മനസ്സിന്റെ ഉടമകളായ ആവേശം തിരതല്ലുന്ന ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. ഒരിക്കലും മാരക രോഗം നീ കൊടുക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുമ്പിലേക്ക് സംഘാടകർ വരികയാണ്. എത്ര സഹോദരിമാർക്ക് പറയാൻ പറ്റും? ഒരു 10 കുട്ടികളെ 10 പെണ്ണന്മാർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലേ? ഓരോ ലക്ഷം രൂപ വെച്ച് പറയാൻ മനസ്സുള്ള പെണ്ണന്മാരാരാ? 3 വർഷമാണ് നിന്റെ മുമ്പിലുള്ളത്. ആ 3 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അല്ലാഹുവേ ആ പറയുന്ന സഹോദരിമാരെ അനുഗ്രഹിക്കണേ അല്ലാ. നാവിൻ തുമ്പിൽ ഖുർആനിന്റെ മധുരമൊഴി മാത്രം കൊണ്ട് നടന്നു പോയ റാബിയത്ത് റളിയല്ലാഹുവിന്റെ ഗുരുത്വം കൊടുക്കണേ അല്ലാ. ഖബർ വിളിച്ചിട്ട് അതിന്റെ കപ്പിലും 6000 പ്രാവശ്യം ഖുർആനോട് തീർത്ത നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിന്റെ ഗുരുത്വം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ഇവിടെ ആരാ? അൽഹംദുലില്ലാഹ്. മരണപ്പെട്ടുപോയ മകന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി നാലകത്തെ അലി സാഹിബ് ഒരു കുട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നതാ, കാശ് കൊണ്ടുവന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നാലകത്ത് മുഹമ്മദ് അലി സാഹിബ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നുമോന് നിന്റെ ഖുർആനിന്റെ തണല് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വാപ്പാക്ക് വേണ്ടി മകൻ ദുആ ചെയ്യാനുള്ളതാണ്. പക്ഷേ നീ കൊണ്ടുപോയ പൊന്നുമോന് വേണ്ടി ഖുർആനിന്റെ പേരിൽ ആ വാപ്പ ദുആ ചെയ്യുന്നു. നാദാ നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ വിജയം കൊടുക്കണേ അല്ലാ. നീ വിജയം കൊടുക്കണേ അല്ലാ. ഞാൻ ഈ ഇപ്പതിന് പഠിക്കുന്ന മക്കളെ നിങ്ങളുടെ അടുത്തോട്ട് വിടാത്തത് എന്തുകൊണ്ടെന്നറിയോ? ആദ്യമേ തന്നെ ആ മക്കൾക്കൊരു സങ്കടം വരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ തോന്നരുത്. പ്രതിസന്ധി ഘട്ടം വന്നാൽ മാത്രമേ അവരെ വിടുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം കരിങ്കല്ലത്താണിക്കില്ല. അള്ളാഹു അത് വരുത്താതിരിക്കട്ടെ. ആവേശത്തോടെ ഈ സ്ഥാപനം പാണക്കാട് തങ്ങമ്മയുടെ തണലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.
ഒരു കുട്ടിയെ മുഹമ്മദ് ബഷീർക്കൊപ്പം അൽഹംദുലില്ലാ ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മക്കൾ വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ദുആരക്ക് ഒരു 7 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മക്കളുണ്ടാകാൻ മുത്ത റസൂൽ പറഞ്ഞ ഒന്നാമത്തെ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. മണ്ണാർക്കാട് റമളാൻ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞതാ. ഈ അടുത്ത മാസം സെപ്റ്റംബർ 1-ാം തീയതി തലശ്ശേരിയിൽ SKSSFന്റെ ഒരു വലിയ പരിപാടി നടക്കുന്നു. ആ പരിപാടിയിൽ വെച്ച് മണ്ണാർക്കാട് റമളാൻ പ്രഭാഷണം 3 ദിവസം നടന്ന തൗബ എന്ന വിഷയത്തിന്റെ MP3 കാസറ്റ് ഇൻഷാ അല്ലാഹ് പ്രകാശനം ചെയ്യും. അത് പുറത്തിറങ്ങും. അതിന്റെ MP3 മാത്രമാണ്, വീഡിയോ ഇല്ല, ആഡിയോ മാത്രം. ഇൻഷാ അല്ലാഹ് അത് മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അത് എല്ലാവരുടെ ഭാഗത്തും കിട്ടും. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ റസാഖ് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടു. അപ്പൊ അവർക്ക് വേണ്ടി ഭാര്യയുടെ പേരിൽ ഒരു കുട്ടി, അദ്ദേഹം ഒരു കുട്ടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കൂ റബ്ബേ. എത്ര താല്പര്യമാണ്, എത്ര സഹകരണമാണ് റബ്ബേ, നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒപ്പത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ ആ സഹോദരന്റെ മനസ്സ് വിങ്ങി പൊട്ടിപ്പോകുന്ന തമ്പുരാനെ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ തൊപ്പിയിട്ട് ജിപ്പയിട്ട് കൊണ്ടുവന്നിരിപ്പാൻ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാഹ്. ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാഹ്. എന്ത് തടസ്സമുണ്ടെങ്കിലും നീ സദസ്സ് ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ആ തടസ്സം മുഴുവനും നീ അത്ഭുതകരമായി മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വെറുതെ പൈസ വാങ്ങിച്ചാൽ പോരല്ലോ, ദുആ ചെയ്യണ്ടേ? ആത്മാർത്ഥതയോടെ ചെയ്യാ. ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കില്ല, കൽബി തട്ടി പറയാൻ. നിങ്ങൾ ചെയ്യുന്നതിന് പൂർണ്ണമായി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. സ്വീകരിക്കുന്നത് റബ്ബ്. നമ്മുടെ കൽബിൽ വേറെ ആരോടും വെറുപ്പില്ലെങ്കിൽ, ഉസ്താദുമാരുടെ ഉരുത്തമുണ്ടെങ്കിൽ അതിന്റെ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു സ്വീകരിക്കും. വേറെ ഒന്നും അള്ളാൻ ആവശ്യമില്ല, നമ്മുടെ മനസ്സിന്റെ ഇഖ്ലാസ് മാത്രം. അത് ഇഖ്ലാസോടെ നിങ്ങളങ്ങ് പറഞ്ഞ് ആമീൻ പറയുക. ഞാൻ അതുപോലെ അത്ര ഇഖ്ലാസോടെ ദുആ ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. അടുത്തത് പൂതങ്കോടൻ കുഞ്ഞാൻ ഹാജി അൽഹംദുലില്ലാ. പിന്നെ ഒരു കുട്ടിയുടെ ചിലവ് ഇതുപോലത്തെ ഒരു പിന്നെന്താണ് ഒരു ഫാം നിങ്ങളുടെ കയ്യിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നെങ്കിൽ നിങ്ങളത് വാങ്ങിയിട്ട് അത് എഴുതി കൊടുത്താൽ മതി. നിങ്ങൾ അഡ്രസ്സൊക്കെ അതിനകത്ത് എഴുതി നമ്പർ എഴുതി കൊടുക്കാൻ പറ്റും. കിട്ടുകയാണെങ്കിൽ ഒരു കുട്ടിയെ ഇപ്പം ഒരു 3 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു 30,000 രൂപ കൊടുത്ത ഒരു കുട്ടിയുടെ ഒരു 4 ഭാഗം ചിലവ് അൽഹംദുലില്ലാ ഏറ്റെടുക്കാൻ പറ്റും. പറ്റുമെങ്കിലും മതി. ഞാൻ അതിന് നിങ്ങളെ സമയം നിർബന്ധിച്ച് കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് അവര് ഈ ഇതുമായിട്ട് വരുമ്പോ എഴുതി കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ഒരു 12 മാസത്തിനകത്ത് ഇന്നു മുതൽ 12 മാസം ഒരു 30,000 രൂപ ഒരു കുട്ടിയുടെ ആ ഒരു വർഷത്തെ ചെലവ് എന്നെക്കൊണ്ട് അത്ര പറ്റുള്ളൂ ഞാൻ ചെയ്യാം. പിന്നെ അള്ളാഹു തന്നാൽ ഞാൻ വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞാൽ 100 ഇരട്ടി അള്ളാഹു കുലിയത്തെ തുല്യ 30,000ന്റെ ഒന്നാമത്തെ ആള് ഇൻഷാ അല്ലാഹ് പേരെടുത്തു. അള്ളാഹു ആ സഹോദരൻ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 23 ആളുകൾ ഓരോ ലക്ഷം രൂപ വെച്ച് ഓരോ കുട്ടി ഏറ്റെടുത്തിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. MK മുഹമ്മദ് അലി അമ്മിനിക്കാട്, ഇബ്രാഹിം മാമ്പ്രത്തൊടി അരിപ്ര, ആനിക്കാടൻ ഹംസ അമ്മിനിക്കാടൻ, മലയിൽ മമ്മൂട്ടി അമ്മിനിക്കാടൻ, ചീനിക്കോയിൽ സെയ്ദ് മുഹമ്മദ് അമ്മിനിക്കാട്, ഇറക്കിങ്ങൽ മൊയ്തീൻ അമ്മിനിക്കാട്, ആനിക്കാടൻ കുഞ്ഞൈമു അമ്മിനിക്കാട്, നീലേരി അലി അമ്മിനിക്കാട്, ഇറങ്ങിക്കൽ ഉണ്ണീൻകുട്ടി അമ്മിനിക്കാട്, ഒരു അനുഭാവി മുഹമ്മദ് അലി അമ്മിനിക്കാടിന്റെ ഗൗരവത്തിൽ വേറൊരു സഹോദരൻ, PTK അബ്ദുൽ ലത്തീഫ് കുഞ്ഞീദ് നടുവിലെത്താണി, PTK ഹനീഫ സാഹിബ് കുഞ്ഞീദ് നടുവിലെത്താണി, PT കുഞ്ഞുമരിക്കാറ് കേറഫ് മക്കൾ കരിങ്കലെത്താണി, അലി നാലകത്ത് ബാപ്പൂട്ടി നടുവിലെത്താണി, ഒരു അനുഭാവി കുതിരമണ്ണ. 19ാമത്തെ ഒരാള് അൽഹംദുലില്ലാ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് പേര് പറഞ്ഞിട്ടില്ല. അതിനുമ്പ് നാലകത്ത് പിന്നെ വേറൊരു അനുഭാവി മുതിരമണ്ണ, നൂർ മുഹമ്മദ് ഹാജി ആലിപ്പറമ്പ്, PT ബഷീർ ഹംസാജി നടുവിലത്താണ്, PT അബ്ദുൾ റസാഖ് ഹംസാജി നടുവിലത്താണ്, ഹബീബുള്ള മലയിൽ അമ്മിനിക്കാട്, തോട്ടാശ്ശേരി റഫീഖ് അമ്മിനിക്കാട്, PK മുഹമ്മദ് അലി ബാബൂട്ടി, ചിലമ്പുകാടൻ മുസ്തഫാജി. ഇങ്ങനെ 23 ആളുകൾ ഓരോ ലക്ഷം രൂപ വെച്ച് അൽഹംദുലില്ലാ. ഇപ്പൊ പറഞ്ഞത് കൂടാതെ പറഞ്ഞതിൽ 23 ആളുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒരു കുട്ടിയുടെ
ഒരു കുട്ടിയുടെ 30,000 ആണെങ്കിലും ഒരു കുട്ടിയുടെ വ്യക്തമായിട്ട് എഴുതാൻ മറന്നു പോകരുത്. ഇതൊരു കുട്ടിയുടെ മുഹമ്മദ് എന്ന മുത്തു എന്ന സഹോദരൻ ഒരു കുട്ടിയുടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനുള്ള 3 വർഷത്തെ ചിലവിലേക്ക് 1 ലക്ഷം രൂപ തക്ബീർ. ഒരു അനുഭാവി അൽഹംദുലില്ലാ നാട്ടിലുള്ള ഒരു സഹോദരനാണ്. അൽഹംദുലില്ലാ 1 ലക്ഷം രൂപ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മലപ്പുറത്തുള്ള ശറഫുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ചിലമ്പുകാടൻ ഫാമിലി 2 കുട്ടിയെ തക്ബീർ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ പള്ളി നിർമ്മിച്ച ബാബൂട്ടിക്ക അൽഹംദുലില്ലാ അദ്ദേഹം ഒരു കുട്ടിയുടെ 1 ലക്ഷം രൂപയോടൊപ്പം തന്നെ 3 വർഷത്തേക്ക് ഈ പ്രിയപ്പെട്ട ഹിഫ്ദിന് പഠിക്കുന്ന മക്കളുടെ ഡ്രസ്സ് അൽഹംദുലില്ലാ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരിങ്കല്ലത്താണികൾ തന്നെയാണ് ഈ സ്ഥാപനം വരേണ്ടതെന്ന് ഇപ്പൊ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലാഹുവേ കുറച്ചവനെ അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് നീ കൊടുത്തതല്ലാ. പ്രവർത്തകരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുണ്ട്. അല്ലാഹുവേ ബാപ്പൂത്തിക്കായി നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മകനും മകളും പഠിക്കുന്നുണ്ട് റബ്ബേ. പഠിച്ചവനെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ നേട്ടവും എല്ലാ വിജയവും നീ അവർക്ക് കൊടുക്കണേ അല്ലാ. നീ അവർക്ക് കൊടുക്കണേ അല്ലാ. ഒരിക്കലും അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അൽഹംദുലില്ലാ. ഒരുപാട് സഹായിച്ചാണല്ലേ MD ഹംസക്കുട്ടി ഹാജി. അതാണ് ആദ്യം എന്റെ കയ്യിൽ സംഖ്യാതുകൊണ്ട് തന്ന ലിസ്റ്റാണ്. ഞാൻ ഇതിന്റെ അടിയിലായിപ്പോയി. അപ്പോ ഒരുപാട് നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ച ആളാണ്. പക്ഷെ ഇപ്പോ വീണ്ടും ചോദിച്ചപ്പോ ഒരു കുട്ടിക്ക് വേണ്ടി 1 ലക്ഷം രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. AS മോട്ടോഴ്സ് കരിങ്കല്ലത്താണ് സാലിഹ് അൽഹംദുലില്ലാ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇല്യാസ് കൊടക്കാടൻ കരുവാരക്കുണ്ട് മലപ്പുറം അൽഹംദുലില്ലാ ഒരു കുട്ടിക്ക് വേണ്ടി 1 ലക്ഷം രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇല്യാസ് മുതുക്കുംപുറം ഒരു കുട്ടിയുടെ 30,000 രൂപ. അൽഹംദുലില്ലാ പൂക്കുന്നൻ അബ്ബാസ് സാഹിബ് നേരെക്കുളം താഴെക്കൂട് 30,000 രൂപ. അൽഹംദുലില്ലാ. ഉണ്ണി പൊന്നേത്ത് കരിങ്കല്ലത്താണ് മരണപ്പെട്ട ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയും അതുപോലെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1 ലക്ഷം രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അനീസ് അഹമ്മദ് പൊന്നോത്ത് മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1 ലക്ഷം രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു MBBS പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടിയാണ്. വിജയം കൊടുക്കണേ തമ്പുരാനെ. എല്ലാ നേട്ടങ്ങളും നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഐശ്വര്യവും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. വരിക്കോടൻ ഗഫൂർ 1 ലക്ഷം രൂപ കടം തീരുന്നതിന് വേണ്ടി ദ്വാരക്കാണ്. അല്ലാഹു ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ സാമ്പത്തിക ബാധ്യത തീർത്തു കൊടുക്കുമാറാകട്ടെ. അബ്ദുൽ ഷരീഫ് ആലിങ്ങൾ കോട്ടപ്പുറം ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30,000 രൂപ തക്ബീർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 1 വർഷത്തേക്ക് വേണ്ടി 30,000 രൂപ ഒരു സഹോദരി. തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി വളരെ വേഗം ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലൂടെ നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തുള്ള വാലന്റീർസ് ശ്രദ്ധിക്കാൻ വേണ്ടി, സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകുന്ന വാലന്റീർസ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനസ്സിന്റെ അകത്ത് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇസ്മുൽ ഖുർആനിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ 1 പങ്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ വേഗം വേണം. വാലന്റീർസ് നിങ്ങളുടെ ഇടയിലുണ്ട്, സഹോദരിമാരുണ്ട്. 13 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം അത് നിങ്ങൾക്ക് അനുകൂലമായ നാളെ പരലോകത്ത് സാക്ഷി പറയാനാ. ഈ സ്വർണ്ണ ആഭരണം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇത് നിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി നെയ്യത്ത് ചെയ്ത് ബിസ്മിയെ സാക്ഷിയാക്കി ഓടിക്കൊടുത്തതാണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ
മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആരാവാരം പോലെ മനോഹരമായ സ്കൂളിന്റെ അകവും പുറവൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ അവർ 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ജീവിതത്തിൽ ഇന്നുവരെ കൂടെ കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണത്തിന്റെ ഒരു ഭാഗം ഈ സ്ഥാപനത്തിന് വേണ്ടി നെയ്യപ്പെടുകയാണെങ്കിൽ അവരെ നീ നാളെ പരലോകത്തിന് അനുകൂലമായി സാക്ഷി പറയുന്നൊരവസ്ഥയാക്കണേ ഏത് ശരീരത്തിലാണോ അണിഞ്ഞിരുന്നത് അതവർക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞുകൊണ്ട് അവരുടെ പരലോകം രക്ഷപ്പെടുത്തുന്ന ഉപകരിക്കുന്ന ഒരു സ്വരക്കയാക്കി മാറ്റണേ ഉപകരിക്കുന്ന ഒരു സ്വരക്കയാക്കി മാറ്റണേ സ്വർണ്ണാഭരണം ഓരോന്ന് വേണ്ട, വാങ്ങി വെച്ചിരുന്ന മതി. നെയ്യത്ത് ചെയ്ത് സഹോദരിമാർ കൊടുക്കുക. പ്രത്യേകിച്ച് പേരും ആവശ്യങ്ങളൊന്നും പറയേണ്ട. അള്ളാഹു സിയോ സഹോദരി സ്വർണ്ണ മോതിരം, മറ്റൊരു സഹോദരി കടം വിടുന്ന അല്ലാ ഉദ്ദേശം പൂർത്തിയാൻ വേണ്ടി ഒരു സ്വർണ്ണ മോതിരം, ഒരു സ്വർണ്ണ വള അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. പെങ്ങളുടെ കല്യാണം ചെയ്യാൻ വേണ്ടി സദഖ, കുട്ടി ആഫിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്വർണ്ണ വള തുണ്ടിഞ്ഞു വാങ്ങിച്ചു അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ നമുക്ക് ഉടനെ തന്നെ ദുആ നടത്താം. പറയാനുള്ള പ്രധാന കാര്യം ഒന്ന് വേഗം വാളില്ലാതെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. മകന് ഖൈറും ബർക്കത്തുണ്ടാകുന്നതിന് വേണ്ടി ഒരു കുട്ടിയുടെ ചെലവ് 3 വർഷത്തേക്ക് 1 ലക്ഷം രൂപ ചോരയിൽ ആമ്പല്ലൂർ സൈദാലി എന്ന സഹോദരൻ കുലൂ തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. മഴയാണോ? എല്ലാ കുട്ടികൾക്കുമുള്ള കിടക്കുന്നതിനുള്ള ബെഡ് അൽഹംദുലില്ലാഹ് 41 ബെഡ് പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി പാറയിൽ അബ്ദുർ റഷീദ് എന്ന സഹോദരൻ കുലൂ തക്ബീർ അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ നടത്തി കൊടുക്കണേ ഈ മക്കൾക്ക് കിടക്കാനുള്ള പൂർണ്ണമായ ബെഡ് സന്തോഷത്തോടെ സ്വതക്ക നൽകിയ ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ഖൈറും ബറക്കത്തും നീ ചുരിഞ്ഞു കൊടുക്കണേ 41 മുസഹഫ് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഇത് കാശാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ ബറക്കത്തിലാക്കണേ വിശുദ്ധത്തിലാക്കണേ ദുആ ചെയ്താലോ ഇപ്പൊ ഇത്രയും ആളുകൾ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആമീൻ പറഞ്ഞാൽ പ്രസവിക്കാൻ പോണ 2 കുട്ടികളാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മഴയത്ത് വേഗം ഒന്നാമീ പറഞ്ഞോളൂ. അള്ളാഹു ഇത് ഇന്നലെ ശംഷാദിനോട് ഒരു അത്ഭുതം പറഞ്ഞു. നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇന്നലെയും ഇന്നുമായിട്ട് ഈ സദസ്സിൽ ഒരാളുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ അത് തുടങ്ങുന്നതിന് മഴ ഒരു ബുദ്ധിമുട്ടായി വന്നപ്പോ അദ്ദേഹം ചെറിയൊരു പരിപാടി ഇവിടെ ചെയ്തു. അൽഹംദുലില്ലാഹ് പരിപാടി നമ്മുടെ മഴ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു ഇനിയിപ്പോ മഴ പെയ്യും വേഗമാവട്ടെ എന്ന്. അങ്ങനെ ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞു സ്ഥാനോട് നിർത്താൻ പറയണം, മഴ ശ്രദ്ധിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട്. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വലിയൊരു പൊരുത്തമാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ സദസ്സിന്റെ ദുആ സ്വീകരിക്കട്ടെ. കണ്ണീരോടുകൂടി 2 മിനിറ്റ് വളരെ വേഗം ദുആ ചെയ്യാം. ഇച്ചിരി നനഞ്ഞാലും ആഖിറത്തിന്റെ സങ്കടം മാറുന്നത് ഒരു നിമിത്തമാക്കി തരട്ടെ. നാലകത്തിന് ഔഫിൽ 1 ലക്ഷം, വേറെ 1 ലക്ഷം 2 ലക്ഷം 50,000 ഒക്കെ ഒരുപാടുണ്ട്. സ്വർണം കൊടുത്ത ഒരുപാടുണ്ട്. ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി അവിടെ സലാത്തുണ്ടാവും, മജ്ലിസുൻ നൂറുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒക്ടോബർ 1-ാം തീയതിക്ക് മുമ്പ് വേറൊരു പരിപാടി ഉണ്ടല്ലോ മല്ലിയിൽ, ഇല്ലേ? സെപ്റ്റംബർ 4-ാം തീയതി മല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ടായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞ് ഒക്ടോബർ 1-ാം തീയതി പിന്നെ നമ്പിയിൽ നിന്ന് മഹല്ലിന്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ട്. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. എല്ലാ സഹോദരങ്ങളും 3 സലാത്തിലും വേഗം ദുആരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് പുണ്യത്തി ജംഷാദ് 30,000 രൂപ. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. നവംബർ 13, 14 തീയതികളിൽ ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ വാങ്ങിയ ഡേറ്റാണ് ഇൻഷാ അല്ലാഹ്. പള്ളിപ്പുറം അല്ലേ, ദാറുൽ അൻവാർ ഇസ്ലാമിക് കോംപ്ലക്സ് പള്ളിപ്പുറം, പട്ടാമ്പി പള്ളിപ്പുറം. നവംബർ 13, 14 എല്ലാവരും എത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ തീർത്തും നിന്നോട് നന്ദിയുള്ളവരാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ഇത്രയും കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് ഞങ്ങൾക്ക് 2 ദിവസം
പരിപാടി നല്ല റാഹത്തിലാക്കി തന്നു അല്ലാഹുവേ, ഇവിടുത്തെ സംഘാടകരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണോ, ഈ വന്ന പാവപ്പെട്ടവരുടെ കൽബിന്റെ നന്മ കൊണ്ടാണോ, ഇവിടെ വന്ന മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ടാണോ ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ. എന്നാലും ഞങ്ങളെ സഹായിക്കണേ അല്ല. പാണക്കാട് കുടുംബത്തിന്റെ ഗുരുത്വം ഞങ്ങൾക്ക് നൽകണേ അല്ല. ഈ സ്ഥാപനത്തിന് നെഞ്ചിലേറ്റവരാണ് ഇവർ മുഴുവൻ. അല്ലാഹുവേ, നീ കൈവടിയല്ല അല്ല. ക്യാൻസർ രോഗത്തെ കൊണ്ട് കാക്കണേ അല്ല. ഈ മഴത്തുള്ളിയുടെ ബറക്കത്ത് കൊണ്ട് ഇത് നനഞ്ഞ ഒരു ശരീരത്തിനും അല്ലാഹുവേ നീ ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ക്യാൻസർ കൊടുക്കല്ല അല്ലാ. ഇതിന്റെ ഖുർആനിന് വേണ്ടിയുള്ള ഒരു ജിഹാദാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സഹോദരിക്ക് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ഒരു തടസ്സവും കൂടാതെ ആരോഗ്യമുള്ള മക്കളെ പ്രസവിക്കാനുള്ള മഹാഭാഗ്യം കറാമത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മഹാന്മാരെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മഴത്തുള്ളികളെ ഈ സരസ്വതി കൊണ്ട് നമ്മളെ സ്വീകരിക്കുമ്പോ അല്ലാഹുവേ, ഇവിടെ വന്ന ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കടം കൊണ്ട് കരയുന്നവർ, ഒരുപാട് വർഷമായി സാറേ ഇതുവരെ ഒരു വീടായിട്ടില്ല, സമാധാനമില്ല, കഷ്ടപ്പാടും കണ്ണീരുമാണ്, വേദനയോടെ പ്രയാസത്തോടെ കഴിയുന്നവർ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്ക് സങ്കടങ്ങൾക്കും നീ അറിവ് വരുത്തണേ അല്ല. പരിഹാരം കാണണേ അല്ല, പരിഹാരം കാണണേ അല്ല, പരിഹാരം കാണണേ അല്ല, പരിഹാരം കാണണേ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ അല്ല. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, അല്ലാഹു ജീവിതവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലുണ്ടായ ഒരു വിവാഹത്തിന്റെ അതിന്റെ കേസ് മറ്റു കാര്യങ്ങളെ നടക്കുന്നതിനെ ഓടി നടന്ന 2-3 ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അവർക്ക് നീ എല്ലാ ബർക്കത്തും കൊടുക്കണേ അല്ല, എല്ലാ നേട്ടങ്ങളും കൊടുക്കണേ അല്ല. സമുദായത്തിൽ അല്ലാഹു നന്മയുടെ വക്താക്കളെ കൈവാരിത്തേക്കാനുള്ള ശക്തികളെ നീ തകർക്കണേ തമ്പുരാനെ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, നീ പൊരുത്തപ്പെട്ടു